ഹലോ. യെസ്, ആരായിരുന്നു? ഇല്ല, ഞാൻ ഇത് നമ്പർ നിങ്ങൾ ലിയാക്കത്ത് എന്ന് പറഞ്ഞാളാ? അതെ. നമ്പർ കിട്ടിയപ്പോ ഇങ്ങനെ അത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി വിളിച്ചു. അത് ശരി. ഓക്കെ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ വിളിച്ചാലേ? വെറുതെ വിളിച്ചാണ് ഞാൻ. നിങ്ങളുടെ ചില സംസാരങ്ങൾ കേട്ടു, അപ്പം വിളിച്ചു നോക്കിയത്. നിങ്ങൾ എവിടത്തുകാരനാണ്? എവിടെയാണ് നിങ്ങൾ? മണ്ണാർക്കാട്, പാലക്കാട് ജില്ല. ഈ മുസ്ലിങ്ങൾ ഇത്ര ദ്രോഹിച്ച ആളുകളാ നിങ്ങളെ? മുസ്ലിങ്ങളുമായിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. എന്താ പ്രശ്നം? വല്ല മുസ്ലിങ്ങളെയും അവരുടെ വിശ്വാസത്തെയൊക്കെ വല്ലാതെ. മുസ്ലിങ്ങളെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വരാൻ വഴിയില്ല. ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് പറയാറുണ്ട്. അതെ, ഇസ്ലാം നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ല, ഇന്ന ചെയ്യുന്നത് കൊണ്ടല്ലല്ലോ ഇപ്പൊ നിങ്ങള് ഇസ്ലാമികേതര മനുഷ്യന്മാര് ഒരാശയത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ആ ആശയം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ലല്ലോ. എന്നാലും ഒരു ആശയത്തെയും കുറെ ഈ ലോകത്തുള്ള ഒരുപാട് മനുഷ്യർ വിശ്വസിക്കുകയും ആരാധിക്കപ്പെടുന്ന ദൈവത്തെയും അതുപോലെ അവര് ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രവാചകനെയൊക്കെ വളരെയധികം കുറ്റം പറയുമ്പോ അതിനെന്തെങ്കിലും ഒരു കാരണം വേണല്ലോ. അല്ല, ഇനി കുറ്റായിട്ടൊന്നും പറയുന്നില്ലല്ലോ. നമ്മൾ ചരിത്രത്തിലുള്ളത് വസ്തുതാപരമായിട്ട് പറയാണല്ലോ ചെയ്യണേ. നമ്മൾ എവിടെയെങ്കിലും നുണ പറയുന്നതായിട്ട് തോന്നിയോ? ദൈവമില്ല എന്നുള്ള ആശയമല്ലേ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? ഞാൻ ഒരാശയം പ്രചരിപ്പിക്കുന്നില്ല. നിങ്ങൾ പ്രചരിപ്പിക്കുന്ന സമൂഹത്തിൽ പൊതു മണ്ഡലത്തില് മനുഷ്യർക്കിടയിൽ പല കാര്യങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ആശയങ്ങള് ഒരുപാട് ആളുകൾ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആളുകളെ ചൂഷണം ചെയ്യുന്ന ആശയങ്ങള് ഇതൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഇസ്ലാം അല്ലാത്ത, ഞാൻ നിങ്ങളോട് ഒറ്റ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം. ഈ ലോകത്ത് ഇസ്ലാം മതമായിട്ട് അംഗീകരിക്കുകയും അള്ളാഹുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാത്ത ആളുകളൊക്കെ കാഫിറുകളാണ് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടല്ലേ? അതങ്ങനെ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ നിങ്ങളെ പോലെ ഉള്ളവരും ഇസ്ലാമിനെ എതിർക്കുന്നത്. എന്താണ് കാഫിർ എന്ന് പറഞ്ഞാൽ? കാഫിർ എന്ന് പറഞ്ഞാൽ വിശ്വാസി അല്ലാത്തവൻ എന്നുള്ളതിന്റെ അറബി വാക്ക. കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വിശ്വസിക്കാത്തവൻ കാഫർ. ഒരു വിശ്വാസത്തിൽ ഏർപ്പെടില്ലെങ്കിൽ അയാൾക്ക് അറബിയിൽ ഒരു പദത്തിന്റെ അർത്ഥം, അതായത് അവിശ്വാസി എന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഖുർആനിലൊരു വചനത്തിൽ പറയണ്ട ഈ കാഫിറുകളെ, കാഫിർ എന്ന് പറഞ്ഞാൽ 2-3 അർത്ഥങ്ങൾ. ഒന്ന് മറക്കപ്പെട്ടവൻ എന്നൊരു അർത്ഥമുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യം സിമ്പിൾ ആണ്. അതായത് കാഫിറുകൾ എന്ന് പറഞ്ഞാല് മൃഗത്തിൽ ഏറ്റവും മ്ലേച്ഛമായ മൃഗം എന്നാണ് ഖുർആനിലെ ഒരു പ്രയോഗം. അപ്പൊ അതാരെ കുറിച്ചായിരിക്കും? ഖുർആൻ അങ്ങനെ എവിടെ പ്രയോഗിച്ചിട്ടുള്ളത്? ശരി, നിങ്ങൾ ഖുർആൻ കൂടുതലായിട്ട് വായിച്ചിട്ടൊന്നുമില്ല. അല്ലല്ല, ഖുർആൻ വായിക്കണ്ട. അങ്ങനെ നിങ്ങൾ ദൈവം ഇല്ല എന്ന് പറഞ്ഞല്ലോ. ഇല്ലാത്തൊരു വസ്തുവിനെ കുറിച്ച് ഞാൻ അങ്ങനെ ദൈവം ഇല്ല എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ സഹോദര? ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്രസക്തമാണ്. അല്ല, പ്രസക്തമാണ്. ഒരു ദൈവവിശ്വാസത്തിൽ വിശ്വസിക്കാത്ത ഒരാളോട് ഒരു ഒരു ദൈവത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഒരു ചൈതന്യം ഉണ്ടെന്നും ആ ചൈതന്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ആയിക്കോട്ടെ. അപ്പൊ എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം, എന്നെ മുമ്പിൽ മനുഷ്യരാണുള്ളത്. മനുഷ്യരില് ദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, മതം പഠിപ്പിക്കുന്ന പ്രത്യേക ദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, ഈ പ്രപഞ്ചത്തിന് ആകെ ഒരു ശക്തിയുണ്ട്, അതിന്റെ പിന്നിലൊരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ദൈവമുണ്ടോ ഇല്ലേ എന്ന് അറിയില്ല എന്ന് പറയുന്ന അജ്ഞേയവാദികളുണ്ട്, ദൈവമില്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന നിരീശ്വരവാദികളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇതിലൊന്നും പെടാത്ത ഒരാളാണ്. അപ്പൊ നിങ്ങൾക്കുള്ള അങ്ങനത്തെ ആളുകൾ, ഞാൻ ഇതൊക്കെ മനുഷ്യന്മാരാണെന്ന് വിചാരിക്കുന്ന ആളാണ്. അല്ലെ, അങ്ങനത്തെ ആളുകൾക്ക് എന്തോ ഒരു പേരുണ്ടോ? ഇല്ല, ഒരു പേരുമില്ല. നമ്മൾ മനുഷ്യരാണ്, ആ പേര് പോരെ? ധാരാളല്ലേ? അത് പോരാ. അതെന്താ? അത് പോരെ? നമുക്ക് മനുഷ്യനായിട്ട് ജീവിക്കാൻ അല്ലല്ല, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോ ആ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു സംഗതിയുമായിട്ട് എന്തെങ്കിലും ഞാൻ ജീവിക്കുന്നത് ഇന്ത്യൻ സമൂഹത്തിലാണ്, ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിലാണ്. മാത്രമല്ല, നിങ്ങൾ ഈ മതത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മള് വിഷയത്തിൽ നിന്ന് മാറി പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പറയട്ടെ. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ഇസ്ലാം അല്ലാത്ത മനുഷ്യർ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു കാലത്ത് ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചിരുന്ന, അതിനകത്ത് ജീവിച്ചിരുന്ന ഒരാളാണ്. പിന്നീട് എനിക്കത് മനസ്സിലായത് ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്, അതുപോലെയൊക്കെ തന്നെ ഒരു മതമാണ് ഈ മതം. ഇതിന് പ്രത്യേകമായ എന്തോ ഒരു ചൈതന്യമുണ്ട്, ഇതിന് പ്രത്യേകമായ എന്തോ ഒരു ഇതുണ്ട്, ബാക്കിയൊക്കെ മനുഷ്യനിർമ്മിതമാണ്. ഇത് ദൈവം നേരിട്ട് പറഞ്ഞ ദൈവം എന്താണ്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നൊരു കൺസെപ്റ്റും കൂടിയും ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസധാരയാണ്. അങ്ങനെ വിശ്വാസം ഇസ്ലാമിനില്ലേ?
ഈ ഇസ്ലാം എന്ന് പറയുന്നത് സത്യത്തിൽ എന്താ വെച്ചാൽ ദൈവത്തിന്റെ മതമാണെന്ന് തന്നെയാണ് ഇസ്ലാം ഖുർആൻ അല്ലേ? പറയുന്നത്. അപ്പം ഇസ്ലാം അല്ലാത്ത മതങ്ങളോ? ഇസ്ലാം അല്ലാത്ത ഏത് മതങ്ങളെ കുറിച്ചാണ് നിങ്ങൾ വേറെ പറയുന്നത്? ഏത് മതമാവട്ടെ, ഇപ്പൊ ഹിന്ദു മതമാവാം, അല്ലെങ്കിൽ ക്രിസ്തു മതമാവാം, അല്ലെങ്കിൽ യഹൂദ മതമാവാം, അല്ലെങ്കിൽ ഹിന്ദു ഒരു അഗ്നിയാരാധകരാവാം. മതമല്ലല്ലോ. ഹിന്ദു ഒരു മതമല്ല. ശരി, ക്രിസ്തു മതം എന്ന് പറയുന്നത് മതമാവാം. അതെ, ക്രിസ്തു മതം എന്ന് പറയുന്നത് അവരൊരു ഇസ്ലാമിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു എന്നും പിന്നെ അവർ ഇപ്പോഴും ആ ക്രിസ്തുദേവനെ വിശ്വസിച്ചുകൊണ്ട് അവർ പ്രവാചകൻ മുഹമ്മദ് നബി ഇല്ല എന്നുള്ള ഒരു അവരുടെ വിശ്വാസം തെറ്റാണെന്നൊരു വാദം നിങ്ങൾക്കുണ്ടോ? അത് ഞാൻ പറയുന്നില്ല. അവരുടെ വിശ്വാസം പറഞ്ഞിട്ട് നിങ്ങൾ വിഴുങ്ങി. അതില്ല, ഞാൻ പറഞ്ഞു, അത് പറയാൻ ശ്രമിച്ചു. സിമ്പിൾ ആയിട്ട് പറയാം. ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നല്ല, പിന്നെ വിഗ്രഹാരാധന തെറ്റാണ് എന്നൊരു വാദം നിങ്ങൾക്കുണ്ടോ? ഉണ്ട്. വിഗ്രഹാരാധകൾ നജസാണെന്നൊരു വാദം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ നജസാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഖുർആനിലുണ്ടല്ലോ. ഈ ഖുർആനിൽ പറഞ്ഞത് എവിടെയെന്ന് പറഞ്ഞു? ഇന്നമൽ മുശ്രിക്കൂന നജസുൻ ഖുർആൻ വചനത്തിലുള്ളതാണ്. അത് ഏത് വചനത്തിൽ എവിടെയുള്ളത്? ഇന്നമൽ മുശ്രിക്കൂന നജസുൻ നിങ്ങൾ ഖുർആനിൽ സെർച്ച് ചെയ്തോളി. അതല്ല, ഏത് ആയത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ ഒരു ഖുർആനിൽ വചനം ഉണ്ടോ? നിങ്ങൾക്ക് അറിയോ? ഖുർആനിൽ വചനം ഉണ്ടോ ഇല്ലേ എന്നുള്ള ഞാൻ പറയാം. ഏത് ആയത്തിലാണ്? എത്ര? നിങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാമിൽ അങ്ങനെ ഒരു ആശയം ഉണ്ടാവാൻ സാധ്യത? അങ്ങനെയില്ല. അങ്ങനെ ഉണ്ടെങ്കിലോ? അങ്ങനെ അറബിയിൽ ഇന്നമൽ മുശ്രിക്കൂന നജസ് എന്നതിന് വേറെ അർത്ഥങ്ങളും ഉണ്ടാവും ഖുർആനിൽ. പക്ഷെ അതുകൊണ്ട് എന്താ അർത്ഥം? നജസ് എന്ന് പറഞ്ഞാൽ അവന് തൊട്ടുകൂടാൻ പറ്റാത്ത വസ്തു, അശുദ്ധം അല്ല, ശുദ്ധിയില്ലാത്തത്, അശുദ്ധം. ഇന്നമൽ മുശ്രിക്കൂൻ എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധകർ, ബഹുദൈവാരാധകർ. എന്തോ ബഹുദൈവ ആരാധകരൊന്നുമല്ല. പിന്നെന്താ മുശ്രിക്കാരന? മുശ്രിക്കൂൻ എന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർ അല്ലെ, ദൈവത്തിൽ പങ്കു ചേർക്കുന്നവർ. മുശ്രിക്കൂൻ എന്ന് ഖുർആൻ അന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാന്ന് വെച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റി, മുസ്ലിങ്ങൾ വന്ന് പ്രവാചകൻ വന്നപ്പോൾ ആ പ്രവാചകൻ നഖശിഖാന്തം എതിർത്തിരുന്ന മക്കയിലുള്ള ഒരു വിഭാഗത്തെ കുറിച്ചാണ് മുശ്രിക്കൂൻ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മള് പിന്നെ ഇന്ത്യയിലുള്ള ബഹുദൈവാരാധകർ മുശ്രിക്കുകളല്ലേ? മുശ്രിക്കുകളല്ല അവര്. അല്ലെ, അവരെന്താണ്? അവര് മുസ്ലിങ്ങളും അല്ല, ഒരു മുശ്രിക്കുകളും അല്ല. അവരെന്താണ്? ഈ ഇന്നമൽ മുശ്രിക്കൂന നജസ് എന്നുള്ളത് ഏത്? അത് നിങ്ങൾ ഇന്നത് പറയാത്ത എന്താ? നിങ്ങൾ ഖുർആനിന് വേണ്ടി വാദിക്കുന്ന ആൾക്ക് നിങ്ങൾക്ക് അത് അറിയില്ലേ? അപ്പൊ എനിക്ക് അറിയുമോ ഇല്ല എന്നുള്ളതാ. നിങ്ങൾക്കത് അറിയോ ഇല്ലേ? അപ്പൊ എനിക്ക് അറിയാവുന്നോണ്ടാണല്ലോ ഞങ്ങൾക്ക് വാചകം പറഞ്ഞത്. ഏത് അധ്യായത്തിലാണ്? എന്താണ് ഇപ്പൊ അത് പറഞ്ഞിട്ട് എന്താ പ്രസക്തി? നിങ്ങൾക്ക് അത് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഒരു ഖുർആനിൽ അങ്ങനെ ഒരു വചനം ഉണ്ടോ ഇല്ലേന്ന് പോലും നിങ്ങൾക്ക് അറിയാം. ഖുർആനിൽ ഇന്നമൽ മുശ്രിക്കൂ എന്നുള്ള വചനം ഇല്ല. ഇന്നമൽ മുശ്രിക്കൂന നജസ് എന്നൊരു വാചകം ഖുർആനിൽ ഇല്ല. നിങ്ങൾ ശരിക്കും ഖുർആനൊക്കെ വായിച്ചതാണ്, പഠിച്ചതാണ്? ഖുർആൻ വായിച്ച് 30 ജുസു അറിയുന്ന ഒരാളാണ്. ഇന്നമൽ മുശ്രിക്കൂന നജസ് ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണിച്ചിരിക്കും. അങ്ങനെ കാണിച്ചു തന്നാൽ നമ്മൾ എന്ത് ചെയ്യാം? ഖുർആനിൽ അങ്ങനെ ഒരു വചനം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു വചനം, അതായത് മുശ്രിക്കുകൾ എന്നൊരു ജനവിഭാഗത്തെ കുറിച്ച് വിശ്വാസത്തിന്റെ പേരിൽ ഒരു പ്രത്യേക ജനവിഭാഗത്തെ മുശ്രിക്കൂൻ എന്ന് അടയാളപ്പെടുത്തുന്നു. അത് മക്കയിലുണ്ടായിരുന്ന ആ കാലത്തിൽ അതിപ്പോ നിങ്ങൾ പറയണത് അന്ന് മുഹമ്മദ് നബിയുടെ കാലത്ത് അവിടെ ജീവിച്ചിരുന്ന മക്ക ഖുറൈശികളിൽപ്പെട്ട മുശ്രിക്കുകൾ ആണെന്നാണ് പറയണത്. ഇനി അങ്ങനെ ആയിരുന്നു എന്ന് തന്നെ വിചാരിക്കുക. ഒരു മതം, ഒരു പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരാൾ വരുന്നു. ആ സമൂഹത്തിനിടയിൽ അന്ന് വരെ ജീവിച്ചിരുന്ന, ഇപ്പോ മുശ്രിക്ക് എന്ന് അടയാളപ്പെടുത്തുന്ന മുഹമ്മദ് നബി അല്ലെങ്കിൽ ഇസ്ലാം പിന്നീട് അടയാളപ്പെടുത്തുന്ന ആ വിഭാഗത്തിൽ ജനിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ, ആ സമൂഹത്തിലുള്ള മനുഷ്യരെയാണ് മുശ്രിക്ക് എന്ന് വിശേഷിപ്പിച്ചതെന്നാണ് ഇപ്പൊ നിങ്ങൾ പറയാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരം ഒരു സമൂഹത്തെ മുഴുവൻ അവരൊക്കെ നജസാണ്, അവരൊക്കെ മൃഗങ്ങളെക്കാൾ മോശപ്പെട്ട മൃഗമാണ് എന്നൊക്കെ പറയുന്നത് ശരിയാണോ? ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. അപ്പൊ പിന്നെ എനിക്ക് ഇസ്ലാമിനെ വിമർശിക്കുന്നതിൽ എന്താ തെറ്റ്? നിങ്ങൾ എന്തിനാ ഇസ്ലാമിനെ വിമർശിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ ഇസ്ലാമിനെ മുഹമ്മദ് നബി പറഞ്ഞ പോലെ, അള്ള പറഞ്ഞതുപോലെ പറയട്ടെ. ഞാൻ മുഹമ്മദ് നബി പറഞ്ഞ പോലെ, അള്ള പറഞ്ഞ പോലെ ഞാൻ മുസ്ലിങ്ങൾ മൊത്തം പ്രശ്നക്കാരാണെന്നോ നജസാണെന്നോ വൃത്തികെട്ടവരാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അതുണ്ടെങ്കിൽ ഞാനത് പറയൂലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ? ഞാൻ അങ്ങനെ ഇപ്പൊ ഒരു മുസ്ലിങ്ങളൊക്കെ പ്രശ്നക്കാരാണെന്ന് പറയുന്നത് ശരിയാണോ? നിങ്ങൾ അങ്ങനെയാണ് എവിടെ? നിങ്ങൾ സ്ഥാപിച്ചോളൂ, നിങ്ങൾ തെളിവ് വെച്ച് പറയണം. മുസ്ലിങ്ങളൊക്കെ പ്രശ്നക്കാരാണെന്ന് ഞാൻ എന്തെങ്കിലും രീതിയിൽ. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദര, നിങ്ങൾ ഈ ലോകത്ത് ഇസ്ലാമിക വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു സമൂഹമില്ലേ? ഉണ്ടല്ലോ. ഇത്രയും ഒരു സമൂഹത്തെ മുഴുവൻ അടിച്ചാക്ഷേപിക്കുക, അതിന്റെ എന്നൊക്കെ പറയുമ്പോ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. നിങ്ങളുടെ പ്രസംഗങ്ങളിൽ ഏത് പ്രസംഗത്തിൽ ഏത് ഭാഗം?
അത് ഇഷ്ടംപോലെ ഉണ്ട് പ്രസംഗങ്ങൾ. ഇപ്പൊ ഞാൻ മാണി നിങ്ങൾക്ക് വാട്സപ്പ് വഴി അത് പിന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഇതിൽ നിന്ന് വല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഇസ്ലാമിനെ എതിർക്കാൻ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറെ ഇറങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ എന്താ ആവശ്യം എന്ന് വെച്ചാൽ ഇസ്ലാം അവർക്ക് എതിർക്കാൻ പറ്റിയൊരു വസ്തുത. കാരണം ഇതിനെ സഹായിക്കാൻ കുറെ സംഘപരിവാറുകളും RSSകാരൊക്കെ അതിനുവേണ്ടി സാമ്പത്തിക സഹായങ്ങൾ ചെയ്ത് പിന്നിൽ നിർത്തുന്നുണ്ട്. അതല്ലാതെ ഇസ്ലാമിൽ വളർന്ന ഒരു മുസ്ലിമായ ഉമ്മാക്കുപ്പാക്കും ജനിച്ച ഒരു വ്യക്തി ഇസ്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്കത് പറ്റില്ലെങ്കിൽ നിങ്ങളെ പറ്റി ഒഴിച്ചു പോയിക്കോളൂ. പിന്നെ എന്തെങ്കിലും ഒരു വലിയ ജനസമൂഹം വിഭാഗത്തിന്റെ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളെ നിങ്ങൾ കുറ്റം പറയേണ്ട ആവശ്യം. ഞാൻ ചോദിക്കുന്നത് ഒരു സമൂഹത്തിൽ ജനിച്ച് ജീവിച്ച് ആ സമൂഹത്തിന്റെ സംരക്ഷണയിൽ ഒറ്റ പോയിന്റ് ഉള്ളൂ. എന്റെ പോയിന്റ് സിമ്പിൾ ആണ്. ഞാൻ പറയുന്നത് ഒരു സമൂഹത്തിൽ ജനിച്ച് ജീവിച്ച് ആ സമൂഹത്തിന്റെ ധാർമ്മികതയിൽ വളർന്ന് ആ സമൂഹത്തിന്റെ സംരക്ഷണയിൽ കഴിഞ്ഞ ഒരു അനാഥ ബാലൻ ആ സമൂഹത്തിൽ നിന്ന് വിവാഹം കഴിച്ച് ആ സമൂഹത്തിന്റെ ആചാരപ്രകാരം ജീവിച്ച് അതിൽ കുട്ടികളുണ്ടായി 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അയാൾക്കൊരു മറ്റൊരു ബോധോദയം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ലക്ഷ്യം എന്തോ ആവട്ടെ, അയാളിപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ സാമ്പത്തിക ലക്ഷ്യമോ ആ അധികാരത്തിന്റെ ലക്ഷ്യം എന്തോ ആവട്ടെ എന്ന് നിന്നിട്ട് ഈ തന്നെ ഒരു കാലത്ത് സംരക്ഷിച്ച് വളർത്തിയ സമൂഹവും ആ സമുദായവും അവരുടെ ആരാധനാ രീതികളും അത് മുഴുവൻ പ്രശ്നമാണെന്നും ആ മനുഷ്യരൊക്കെ നജസാണെന്നും മൃഗമാണ് എന്ന് പറയുന്ന അത്ര വൃത്തികേടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിനെക്കാട്ടി വലിയ വൃത്തികേട് എന്താണ് ഞാൻ ചെയ്തത്? നിങ്ങൾ പറഞ്ഞോളി. നിങ്ങൾ പറയുന്നത് ഇത്രയും വളർത്തിയ നിങ്ങളൊരു സമൂഹത്തിൽ നിന്ന് മാറിയിട്ട് ഈ പറയുന്ന ഈ സമൂഹം വളർത്തിയിട്ടില്ല. ഇവിടെ ഏത് സമൂഹം? ഓക്കെ, നിങ്ങൾ ഒരു മുസ്ലിമായ ഉമ്മാക്കുപ്പാക്കും ജനിച്ചാൽ ആണ്. ഞാനൊരു ഉമ്മാക്കുപ്പാക്കും ജനിച്ചതാണ്. അവര് മുസ്ലിം ആയതുകൊണ്ട് ജനിച്ചതല്ല. അല്ല, അവരുടെ ഒരു ആചാര വിശ്വാസം അതായിരുന്നു. അതിപ്പോഴും എന്റെ ഉമ്മ മുസ്ലിമാണ്. എന്റെ ഉമ്മ എപ്പോഴും കാണാറുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഒരു ലോകത്തിലെ ഒരു വലിയ ഭൂരിപക്ഷ സമൂഹം ആദരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസ സംഹിതയെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നഖശിഖാന്ന് 1 2 വിരലെണ്ണാവർ വന്നിട്ട് അതിന് എന്നോട് പറഞ്ഞോളി. ഞാൻ പറയുന്നതിനെ കുറിച്ച് പറഞ്ഞോളി. 1 2 ഞാനൊരു കൂട്ടത്തിന്റെയും ആളല്ല. എന്നെ പോലെയുള്ള വ്യക്തികൾക്ക് അതിനോട് ദേഷ്യം ഉണ്ടാവും, വെറുപ്പും വിഷമവും ഉണ്ടാവും. എന്തിനാണ് വെറുപ്പ്? അതാ ഞാൻ ചോദിക്കുന്നത്. ഇത് പറ്റില്ലെങ്കിൽ വേണ്ട. എനിക്ക് പറ്റില്ലാത്തത് കൊണ്ട് തന്നെയാണ് അത് വേണ്ടെന്ന് വെച്ചത്. അതിപ്പോ മുഹമ്മദ് നബിക്ക് അത് തന്നെ ചെയ്താൽ പോരെന്നല്ല. ഞാൻ ഇവിടെ താരതമ്യം ചെയ്യാൻ പോകുന്നത് മുഹമ്മദ് നബിയുമായിട്ടാണ്. മുഹമ്മദ് നബിക്ക് ഒരു ആശയം ശരിയാണെന്ന് തോന്നി, അല്ലെങ്കിൽ അദ്ദേഹം ജനിച്ചു ജീവിച്ച ആശയം ശരിയല്ല എന്ന് തോന്നി, അവർ തെറ്റിലാണെന്ന് തോന്നി. അദ്ദേഹം ജനിച്ച് ജീവിച്ച ആശയത്തിലേക്ക് അദ്ദേഹം പോയിട്ടില്ല. ജനിച്ചപ്പോഴും ജീവിച്ചപ്പോഴൊന്നും അദ്ദേഹം പോയിട്ടില്ല. അദ്ദേഹം അവരോടുള്ള അന്നത്തെ ആചാരങ്ങൾ അനുഷ്ഠിക്കാനും പോയിട്ടില്ല. എല്ലാ ആചാരങ്ങളെ അനുഷ്ഠിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി ആ വിഗ്രഹങ്ങൾ മുഴുവൻ അവിടെ ഉണ്ടാകുമ്പോൾ അതിനെ തവാഫ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയുക എന്നല്ലാതെ അദ്ദേഹം അതിനെ കുറിച്ച് അത് അനുഷ്ഠിക്കുകയോ അത് ചെയ്തിട്ടില്ല. ആ കാലം തൊട്ട് ഇന്ന് വരെ കോടിക്കണക്കിന് മനുഷ്യർ ആ മഹാനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. ഞാൻ ചോദിക്കുന്നത് മുഹമ്മദ് നബി ജീവിച്ച കാലത്ത് മുഹമ്മദ് നബി അവിടെ എന്താ ചെയ്തത് എന്നാണ് ചോദിച്ചത്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എനിക്കറിയില്ല, ഞാൻ കണക്കെടുത്തിട്ടില്ല. ലോകം മുഴുവനും ഈ മുഹമ്മദ് നബിയെ പോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടോ? ഇല്ല. അന്ന് മുതൽ ഇന്ന് വരെ കോടിക്കണക്കിന് ജനങ്ങൾ ഈ മുഹമ്മദ് നബിയെ അംഗീകരിക്കുകയും ഇന്നും അംഗീകരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കോടിക്കണക്കിന് ആളുകൾ അന്ന് മുതൽ ഇന്ന് വരെ. അതിൽ ഇവിടെ ജനിച്ചതിനെക്കാട്ടി കൂടുതൽ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ മിനിയാന്ന് വന്നിട്ട് പ്രവാചകൻ മുഹമ്മദ് നബിയാണ് നിങ്ങൾ എതിർക്കുന്നതെന്ന് പറയാൻ അതിന്റെ ഉദ്ദേശം മനസ്സിലാകുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഇങ്ങനെ വൈകാരികമായിട്ടൊന്നും പോണ്ട. നിങ്ങൾ ഇത്ര വൈകാരികമായിട്ടൊന്നും പോണ്ട. നിങ്ങൾ വിശ്വസിക്കുകയും നോക്കൂ നിങ്ങൾ അങ്ങനെ ബഹളം ഉണ്ടാക്കില്ലേ? ഞാൻ എത്ര സൗമ്യമായിട്ട് നിങ്ങളോട് സംസാരിക്കും. ടെൻഷൻ ആവണ്ട. ഞാൻ പറഞ്ഞത് നമുക്ക് ഏത് വിഷയവും സമാധാനത്തിൽ എത്ര നേരം വേണമെങ്കിൽ സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് കുഴപ്പമില്ല. അതാണ് ഞാൻ പറയുന്നത് ഒരു മനുഷ്യൻ ജീവിക്കുന്നു. ആ മനുഷ്യന് ഒരു ഘട്ടം എത്തുമ്പോൾ ഒരു ബോധോദയം ഉണ്ടാവുന്നു. മനസ്സിലായോ? എന്റെ ആശയം, ഞാൻ ഇതുവരെ പ്രവർത്തിച്ചതും ജീവിച്ചതുമായിട്ടുള്ള ആശയം, അല്ലെങ്കിൽ എന്റെ ചുറ്റുമുള്ള മനുഷ്യർ അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ വിശ്വസിക്കുന്ന ആശയം, അതിൽ അവർ പറയുന്നത് പോലെയുള്ള ശരിയല്ല ഉള്ളത്. അതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്ക് ഈ ആശയങ്ങളോട് യോജിച്ചു പോകാൻ കഴിയുന്നില്ല. എനിക്ക് ഈ ആശയങ്ങൾ ശരിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ ഈ ആശയങ്ങളിൽ ഇന്ന പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, അത് നമ്മൾ പരിഗണിക്കേണ്ടതാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടോ ഇല്ലേ? നിങ്ങൾക്കില്ല. എനിക്കൊരു സംഭവത്തെ കുറിച്ച്
എനിക്കിപ്പോ ഒരു ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു, എനിക്കത് വേണ്ട, എല്ലാവരും കഴിക്കുന്നതാ, വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ അതിനെ കുറ്റം സ്വല്പം അഴുക്കും ആരോഗ്യത്തിന് ഹാനികരമായ ചില ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ട നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ആരും ഇത് കഴിക്കരുത്, ഇതത്ര നല്ലതല്ല, ഇത് നല്ല രുചിയൊക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ ചിലപ്പോൾ ടേസ്റ്റും ഉണ്ടാവും, പക്ഷെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ പറഞ്ഞൂടെ? നല്ലതല്ലാന്ന് ഇത്രയും ജനങ്ങൾ അംഗീകരിക്കുക, ഇവിടുത്തെ ഗവൺമെന്റ് കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്നു എങ്കിൽ മദ്യം നല്ലതാണ്. ഗവൺമെന്റ് മദ്യം നല്ലതാണ്. ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, കൂടുതൽ ആളുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. മദ്യം നല്ലതാണോ? അല്ല, മദ്യം നല്ലതാണോ? മദ്യം നല്ലതുമാണ്, ചീത്തയാണ്. മദ്യത്തിൽ എന്താ ഗുണമുള്ളത്? ഒരു ആദർശം പിൻപറ്റി പോകുന്ന ആൾക്ക് മദ്യത്തിനോട് താല്പര്യം ഉണ്ടാവില്ല. ഞാനൊരു ആദർശം പിൻപറ്റുന്നത്, എനിക്ക് മദ്യം ഇഷ്ടമില്ല. ഞാൻ ഒരു ആദർശം പിൻപറ്റണില്ല, ഞാൻ മദ്യം കഴിക്കാറില്ല. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ അത് ആദർശമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എനിക്കറിയാവുന്ന ഇപ്പൊ അടുത്ത കാലത്താണ് ഒരു പള്ളിയിൽ നിന്ന് കള്ളും കുപ്പിയായിട്ട് മൂല്യാരെ പിടിച്ചത്. അല്ല, അത് ഒറ്റയിട്ട സംഭവങ്ങൾ, മനുഷ്യരല്ലേ, അയാൾ പള്ളിക്കത്തെ ഇമാമാണ്, എന്ത് ചെയ്യാൻ പറ്റും? ആയിക്കോട്ടെ, ഒരു ആദർശമല്ല അയാളെ കൊണ്ട് കുടിപ്പിച്ചത്. അല്ല, അയാളെ കുഴപ്പമൊന്നല്ലാതെ ഇവിടുന്ന് മുഹമ്മദ് നബി പറഞ്ഞു നിങ്ങൾ പള്ളിയിൽ പോയി മദ്യം കുടിച്ചോളൂ. അല്ല, അതാ മുഹമ്മദ് നബി ആദർശത്തിന്റെ അല്ല, അയാളുടെ പ്രശ്നമല്ലേ? അയാളുടെ പ്രശ്നമാണ്. അപ്പൊ അതാണ്. അപ്പൊ മദ്യം വേണോ വേണ്ടെന്ന് യുക്തിഭദ്രമായിട്ട് ആളുകൾ ആലോചിച്ച് തീരുമാനിക്കാണ്. അതൊക്കെ തീരുമാനിച്ചോട്ടെ. നമ്മൾ എവിടെ എത്തുന്നില്ലല്ലോ, നമ്മൾ സംസാരിച്ചിട്ടേ നമ്മൾ എവിടെ എത്തുന്നില്ല. നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവോട് പറഞ്ഞിട്ട് നമുക്ക് നിർത്തിയാലോ? നിങ്ങൾക്ക് ദൈവമില്ല എന്ന് പറഞ്ഞു. ദൈവം ഇല്ലെങ്കിൽ ഇല്ലാത്തൊരു വസ്തുവിനെ എങ്ങനെ നിങ്ങൾ ചർച്ച ചെയ്യാന്ന്? ഇല്ലാത്തൊരു വസ്തുവിനെ കുറിച്ച് ചർച്ച ചെയ്യില്ല. എങ്ങനെ? ഞാൻ ദൈവത്തെ കുറിച്ച് ചർച്ച ചെയ്യില്ലല്ലോ. പിന്നെ എങ്ങനെ? ഞാൻ ദൈവത്തിനെ കുറിച്ച് ചർച്ച ചെയ്ത് നിങ്ങൾ കേട്ടിട്ടേ ഉണ്ടാവില്ല. ആര് പറഞ്ഞു? എവിടെ? നിങ്ങൾ ഇസ്ലാമികപരമായിട്ട് അള്ളാഹുവിനെ കുറിച്ച് വളരെ മോശമായിട്ട് പറയുന്നത്. അള്ളാഹു എന്ന് പറയുന്ന ഒരു അറബി പദമാണ്. അള്ളാഹു എന്ന് പറയുന്ന ഒരു വിശ്വാസി, ഒരു വലിയൊരു വിശ്വാസികൾ വിശ്വസിക്കുന്ന അള്ളാഹു എന്നുള്ള അറബി പദം അള്ളാഹ് എന്നുള്ള. എന്നിട്ട് നിങ്ങൾ കുറച്ച് അവിടെ ഇവിടെ വായിച്ചിട്ട് നിങ്ങളെ ചെറിയ ബുദ്ധിയിൽ ഈ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു വചനമുണ്ട്, മനുഷ്യൻ അവൻ അറിയാത്ത കാര്യങ്ങളുടെ ശത്രുവാണ് എന്ന്. രണ്ടാമതൊരു വചനമുണ്ട്, അറിവുള്ളവർ സമന്മാരല്ലാന്ന്. ഈ ചെറിയ ബുദ്ധിയിൽ ഞാൻ ചോദിക്കട്ടെ, ആ ഖുർആൻ വചനം അനുസരിച്ച് നിങ്ങൾക്ക് എന്നോടുള്ള ഒരു എന്താ പറയാ, ഒരു ഈർഷ്യ ആ അറിവില്ലായ്മയിൽ നിന്നുള്ള വന്നതാണെങ്കിലോ? അങ്ങനെയല്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെറിയ എന്തൊക്കെയോ കുറച്ച് അവിടുന്ന് ഇവിടുന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ എന്നെ കുറിച്ചുള്ള നിങ്ങളുടെ അറിവില്ലായ്മയാണെങ്കിലോ? നിങ്ങളെ കുറിച്ച് അറിവില്ലായ്മ, നിങ്ങളുടെ കുറെ കഥകളൊക്കെ ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞ ഒരു കാര്യം നമുക്കിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ, അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചോ മുഹമ്മദ് നബീനെ കുറിച്ചോ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം കളവാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എല്ലാം നിങ്ങൾ പറഞ്ഞ് കംപ്ലീറ്റ് ഒരെണ്ണം ഉദാഹരണ സഹിതം നമുക്ക് നിങ്ങളെ പഴയ പ്രസംഗങ്ങളിലേക്ക് എന്താണ് പറഞ്ഞത്? ഒരെണ്ണം, ഒരു സാമ്പിൾ, ഒരെണ്ണം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ ഒരു കളവ് ഞാൻ പറയട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് മുഴുവൻ എന്റെ ശരിയായ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ലേ ഞാൻ ചോദിച്ചേ. ഞാൻ ഇസ്ലാമിനെ കുറിച്ച്, നിങ്ങൾ എന്നെ വിളിക്കുന്നു, നിങ്ങൾ എന്റെ നമ്പർ സംഘടിപ്പിച്ച് വിളിക്കുന്നു, എന്റെ പ്രസംഗങ്ങളിൽ പല പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ വസ്തുതാവിരുദ്ധമായ അല്ലെങ്കിൽ തെറ്റായ അല്ലെങ്കിൽ കളവ് പറഞ്ഞ ഒരു കാര്യം പറയും. ഓക്കെ, അത് എനിക്ക് ഇനി നിങ്ങളെ പ്രസംഗങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് രണ്ടാമത് ഒരെണ്ണം നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് കാണുന്നില്ല. പക്ഷെ നിങ്ങൾ പല സമയത്തും പലതും പറയുന്നതൊക്കെ കേട്ടത് കൊണ്ട് ഒരു നമ്പർ കിട്ടിയപ്പോ വിളിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടത് ഞാൻ പഠിച്ചിട്ടില്ല എന്നാ തോന്നുന്നത്. അത് എനിക്കറിയില്ല, നിങ്ങൾ പഠിച്ചതുപോലെ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്നോടുള്ള ശത്രുത എന്ന് തോന്നുന്നത്. ശത്രുത മീൻസ് ഇൻവെർട്ടഡ് കോമ. ഞാൻ പറയുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഖുർആൻ വചനാണ്. മനുഷ്യൻ അവൻ അറിവില്ലാത്തതിന്റെ ശത്രുവാണ്. ആ ശത്രുത നിങ്ങൾക്കുള്ള എന്നോടുള്ളത്. നിങ്ങളോട് ഞാൻ ചോദിച്ചു, ഇന്നമൽ മുശ്രികൂന നജസുൻ എന്നൊരു പ്രയോഗം ഖുർആനിലുണ്ടോന്ന്? ഇല്ല. ഖുർആനിലെ സൂറത്തു തൗബയിൽ 28-ാമത്തെ വചനം എടുക്കുക. 28-ാമത്തെ വചനം ഒന്നും വായിച്ചിട്ട് അർത്ഥം പറഞ്ഞത് ആ മുശ്രിക്കുകളെ കുറിച്ച് ആരെ കുറിച്ചാ പറഞ്ഞത്? ആരെ കുറിച്ച് ആയിക്കോട്ടെ, അത് ഇപ്പോഴുള്ള നിങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കൾ എവിടെ പറഞ്ഞോളൂ. നിങ്ങൾ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മുശ്രിക്ക് എന്ന് പറഞ്ഞിട്ട് അന്ന് പറയപ്പെട്ട ചില മുശ്രിക്ക് വിഭാഗത്തിനെ കുറിച്ചാണ്. ആരാ പറഞ്ഞത്? ഖുർആൻ അന്നത്തെ കാലത്തെ മനുഷ്യന്മാരെ കുറിച്ച് മാത്രം പറഞ്ഞ ഏതെങ്കിലും ഒരു മുഫസ്സിർ ആ പരാമർശം, മുശ്രിക്ക് എന്ന ഖുർആന്റെ പരാമർശം
ഞാൻ മുഫസ്സിറാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾ മുഫസ്സിറാണ്. ഞാൻ മുഫസ്സിറാണ്. ആയിക്കോട്ടെ, അപ്പൊ എനിക്ക് മുഫസ്സിറാവാലോ, അതിൽ കുഴപ്പമൊന്നുമില്ല. കലക്കി കുടിച്ചെന്ന് പറയുന്ന നിങ്ങൾക്ക് പറയും ഞാൻ മുഫസ്സിറാണ്. നിങ്ങൾ പറഞ്ഞോളി 9:21 വായിച്ചറിഞ്ഞത്. ഇസ്ലാമിക നഖശിഖാന്ത് എതിർത്ത ഒരു വിഭാഗം മുസ്ലിങ്ങളെ കുറിച്ചാണ് ഖുർആൻ. നഖശിഖാന്ത് എതിർക്കാൻ ആൾക്ക് അവകാശമില്ലേ? ഇന്നത്തെ ഒരു വെരി സോറി ഒരു ഒറ്റ മിനിറ്റ് മക്കയിൽ ജീവിച്ചിരുന്ന കഅബയിൽ ആരാധന നടത്തിയിരുന്ന, അവിടെ 300-ലധികം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന, പലതരം കൾച്ചറുകളിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യർക്ക് അവരുടെ ആശയത്തെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ട്, ചീത്ത വിളിച്ചുകൊണ്ട് മുഹമ്മദ് അവിടെ നടന്നപ്പോ, മുഹമ്മദ് മാത്രമല്ല മുഹമ്മദ് കൂട്ടരും നടന്നപ്പോ, ആ തിണ്ണയിൽ, കഅബയുടെ തിണ്ണയിൽ ഇരുന്നു കൊണ്ട് പോലും അവരെ വെല്ലുവിളിച്ച് മുഹമ്മദ് കഅബയ്ക്ക് ചുറ്റും നടന്ന് അതിന്റെ മുന്നിൽ പോയി മുഹമ്മദിന്റേതായ ആരാധന നിർവഹിച്ച് അങ്ങനെ അവിടെ ജീവിച്ചു വരുന്ന സമയത്ത് അവരെ അവരതിനെ എതിർക്കുകയോ അതിനെ ചോദ്യം ചോദിക്കുകയോ അതിൽ ഉത്തരം പറയാൻ ആവശ്യപ്പെടുകയോ മുഹമ്മദിനോട് മക്കക്കാരാകെ പറഞ്ഞ എന്താ, പ്രവാചകനാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിത്താ അല്ലേ? അത് ചെയ്തു കൊടുക്കുന്നതിന് പകരം യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ മുശ്രികൂന നജസുൻ ലാ യഖറബുൽ മസ്ജിദൽ ഹറാമി ബഅദ ആമിഹിം ഹാദാ. അതായത് ഈ സത്യവിശ്വാസികളെ, അതായത് വിശ്വാസികളെ, മുസ്ലിങ്ങളെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത്തരം ആളുകളെ മുശ്രിക്ക് എന്ന് വിളിക്കാൻ മുഹമ്മദിന് എന്താ അധികാരം? ഞാൻ ഒരു മുശ്രിക്കിന്റെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ മനുഷ്യനാണ്, ഞാൻ ചോദിക്കുന്നത് ഇത് മനുഷ്യരോട് കാണിച്ച അക്രോസിറ്റിയാണ്. ഞാൻ ആരിനെ അംഗീകരിക്കുന്നു എന്നുള്ളതല്ല, ഇത് ശരിയോ തെറ്റോ? നിങ്ങൾ പറഞ്ഞു ഇന്നമൽ മുശ്രിക്കൂന നജസുൻ എന്നൊരു വാക്ക് ഖുർആനിൽ. ഇന്നമൽ മുശ്രിക്കും നജസ്, മുശ്രിക്കീങ്ങൾ വന്ന് മക്കയിലുണ്ടായിരുന്ന നജസ് തന്നെയാണ്. അത് എങ്ങനെ നജസായി പറയും? എങ്ങനെയാണ് ഒരു വിഭാഗം മനുഷ്യർ അശുദ്ധമാവുന്നത്? എങ്ങനെയാണ് ഒരു വിഭാഗം മനുഷ്യർ? നിങ്ങൾ പറയുന്ന ആശയം അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ വളർത്തി വലുതാക്കിയ, തന്റെ ദാരിദ്ര്യത്തിലും പിന്നെ ഈ പറയപ്പെടുന്ന അനാഥത്വത്തിലും സംരക്ഷിച്ച ഈ പറയപ്പെടുന്ന ആശയമൊക്കെ അവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും മദീന പറയട്ടെ, നിങ്ങൾ ടെൻഷനായിട്ട് കാര്യമില്ല. നിങ്ങൾ നോക്കൂ, വസ്തുതകളെ വസ്തുതാപരമായി ഞാൻ ഇതിലൊന്നും കൂട്ടിക്കെട്ടിയിട്ടില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, മുഹമ്മദിന്റെ കാലത്തെ മുശ്രിക്കുകൾ, മുഹമ്മദിന്റെ കാലത്തെ മക്കക്കാർ, ഖുറൈശികൾ, അവര് നജസാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ദൈവത്തിൽ നിന്നാവുക? ആ ഒരു ഖുർആൻ ആയത്തെടുത്തിട്ട് ഈ പാവപ്പെട്ട മുസ്ലിം ഹിന്ദുക്കളെ പരട്ടി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞതാണ്. അല്ലല്ല, ഇത് നിങ്ങളെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞാൻ മതവിമർശനം നടത്തുന്നു എന്ന് പറഞ്ഞു തരികയാണ്. മതത്തെ നിങ്ങൾക്ക് വിമർശിക്കുന്നതിനല്ല, അതാണ് ചെയ്യുന്നത്. ഈ ഖുർആൻ വചനം മാനവികമല്ല, ഇത് അങ്ങേയറ്റം ഗോത്രീയമാണ് എന്ന് മാത്രമേ, ഇത് വർഗീയതയാണ്, ഇതൊരു വിഭാഗം മനുഷ്യരോട് അനീതി കാണിക്കലാണ്. അവർ ജീവിച്ച് ആരാധിച്ച് നൂറ്റാണ്ടുകളായിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു അമ്പലം പിടിച്ചെടുത്തിട്ട് അവിടെ ഇനി അടുത്ത മാസം മുതൽ ഇവരെ അടുത്ത വർഷം മുതൽ ഇവിടെ പ്രവേശിക്കാൻ പാടില്ല, അവർ അശുദ്ധരാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഈ അമ്പലം ആരുണ്ടാക്കിയതാണ്? നിങ്ങൾ പറയും. നിങ്ങൾക്ക് അറിയോ? അല്ല, നിങ്ങൾ പറയേ. അല്ല, ആരുണ്ടാക്കിയത് പറയും. ഇബ്രാഹിം നബി ഉണ്ടാക്കിയതായിക്കോ? ഇബ്രാഹിം നബി ആരാണ്? അല്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളെ വാദം ഞാൻ പറഞ്ഞതാ, ഇസ്ലാമിന്റെ വാദം. ഈ കഥ മുഹമ്മദ് പറഞ്ഞ കഥയല്ലാതെ എന്ത് തെളിവാനുള്ളത്? നിങ്ങൾ പറയും. ഒരു ഗോത്രം 6ാം നൂറ്റാണ്ടിൽ ഒരു അമ്പലം ഉണ്ടാവുക എന്ന് പറയുന്നത് ആരുണ്ടാക്കിയതാ എന്നത് എങ്ങനെ കണ്ടുപിടിക്കാനാണ്? നിങ്ങൾ പറയും. തെളിവുണ്ടോ നിങ്ങളടുത്ത്? ഇബ്രാഹിം നബിയാണെന്ന് മുഹമ്മദ് അവിടെ ജനിച്ച് ജീവിക്കുന്ന കാലത്ത് മുഹമ്മദിന്റെ വാപ്പ വല്ലിപ്പമാരായിട്ട് അതിന്റെ സംരക്ഷകരും അതിന്റെ അവിടെ ആരാധന നടത്തുന്നവരുമാണ് അല്ലേ? എന്നാലേ ഈ കുറച്ച് പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഇതൊക്കെ ഇവിടെ ഈ ഇസ്ലാമിനോട് എതിർപ്പുള്ള ശത്രുക്കളെ എഴുതിവിട്ട കാര്യങ്ങളും ഇതൊക്കെയാണ്. നിങ്ങളെ ഇന്നമൽ മുശ്രിക്കൂന നജസുൻ ശത്രുക്കളെ എഴുതിവിട്ടതാ? അത് ഇന്നമൽ മുസ്ലിം നജസുൻ അങ്ങനെ ഒരു വാക്ക് കയ്യിലില്ല. ഇല്ല. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ മുശ്രികൂന നജസുൻ അങ്ങനെ ഒരു വാക്ക് ഖുർആനിലില്ല. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? അല്ല, ഇങ്ങനെ ഒരു വാക്ക് ഖുർആനിലില്ലേ? ഇല്ല. നിങ്ങൾക്ക് ഖുർആനുണ്ടോ? നിങ്ങളിപ്പോ എവിടെയുള്ളത്? നിങ്ങൾ ഖുർആനെ കുറിച്ച് പഠിച്ചു? നിങ്ങളിപ്പോ എവിടെയുള്ളത്? നിങ്ങളെ വീട്ടിൽ ഖുർആനുണ്ടോ? ഇല്ല. നിങ്ങളെ വീട്ടിൽ ഖുർആനില്ലേ?
നിങ്ങൾ എന്ത് വിശ്വാസിയാണ്? നിങ്ങൾ ഖുർആനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? എന്റെ വീട്ടില് 3 ഖുർആൻ ആരെങ്കിലും വിശ്വാസികൾ വരുമ്പോ ഓതാൻ വേണ്ടി എടുത്തു വെച്ചു. 3-4 ഖുർആൻ ഉണ്ടായിക്കോട്ടെ. നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ? ഞാൻ അതല്ല, ഇസ്ലാമിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഇത് എന്ത് ചോദ്യമാണ്? നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത് ഈ കുറച്ച് എതിർക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകിൽ ഞാൻ പഠിച്ചതിൽ പറഞ്ഞതിലുള്ള തെറ്റ് നുണ അത് കണ്ടെത്തിയിട്ട് വരിക, അല്ലെങ്കിൽ എന്നോട് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് മറുപടി പറഞ്ഞുതരാം. മതം ഉപേക്ഷിക്കുന്നവനെ കൊല്ലണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ടോ? ഇസ്ലാമിൽ അത് ഒരു ഇസ്ലാമിക ഭരണകൂടമാണ് ഉണ്ടോ? അത് ഇസ്ലാമിനെ ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളാണ് ഞാന്. നിങ്ങളൊരു ഒരു ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ ഞാൻ മരിക്കുമായിരുന്നു, എന്നെ കൊല്ലണമായിരുന്നു അല്ലേ? ഒരു മിനിറ്റ് പറയട്ടെ, നിങ്ങൾ വിഷമിക്കല്ലേ. അപ്പോ ഞാൻ ജീവിച്ചിരുന്ന ഒരു പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു ആദർശം, ഏറ്റവും മഹത്തരമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം, ഒരു മനുഷ്യൻ തന്റെ വിശ്വാസത്തിൽ വ്യതിയാനം ഉണ്ടായാൽ ഇസ്ലാമിന് അധികാരമുള്ള സ്ഥലത്താണെങ്കിൽ അത് കൊല്ലണം എന്ന് നിയമമുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് എന്ന് തിരിച്ചറിയുമ്പോ അത് തെറ്റാണ്, അത് അമാനവികമാണ്, അത് ഗോത്ര ചിന്തയാണ്. നമുക്ക് തെറ്റാണ്, അത് പറയും. ഇസ്ലാമിലെ ഈ ആശയം അങ്ങേയറ്റം ഈ ലോകത്തുള്ള കോടാനുകോടി ജനങ്ങൾക്ക് തെറ്റില്ല, നിങ്ങൾക്ക് മാത്രമാണ് തെറ്റ്. അതുകൊണ്ട് കാര്യമില്ല, അത് തെറ്റാണ്. അല്ല, നിങ്ങൾക്ക് തോന്നുന്നില്ല ഒരാൾ മതം ഉപേക്ഷിച്ചാൽ അവനെ കൊല്ലണം എന്ന് നിങ്ങളെ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു വിഷമം തോന്നുന്നില്ല? ഒരിക്കലുമില്ല. നിങ്ങളെ പോലെയുള്ള ആളുകൾ ഇവിടെ എന്താ വെച്ചാൽ ഇത്തരം ഇവിടെ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുക. എന്താണ് ഞാൻ ഉണ്ടാക്കിയ ഒരു ഭവിഷ്യത്ത് അറിയോ? നിങ്ങളെ പോലെയുള്ള ജനങ്ങളെ തല്ലിക്കാണ് ഇവിടെ. മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നത്? നിങ്ങളെ പോലെയുള്ള മനുഷ്യരുടെ മനസ്സിൽ കേൾക്കൂ നിങ്ങളെ പോലെയുള്ള മനുഷ്യൻ ഇത്രയും കാലത്തെ ജീവിതാനുഭവമുള്ള, എന്തൊക്കെയായാലും ശബ്ദം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെക്കാളും പ്രായമുള്ള ആളായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാലം അത്രയും ഈ നാട്ടിൽ ഒരു മതേതര രാജ്യത്ത് ജീവിച്ച നിങ്ങൾ പറയാണ് ഇസ്ലാമിക ഭരണകൂടം ഉള്ള സ്ഥലത്താണെങ്കിൽ മതം ഉപേക്ഷിക്കുന്നവനെ കൊല്ലണം എന്ന നിയമം ഒരു കുഴപ്പമില്ലാത്ത നിയമമാണ്, അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കും എന്നാണ്. അത് ഞാൻ പറഞ്ഞില്ല, നാട്ടിൽ കുഴപ്പമുണ്ടാക്കും. പിന്നെന്താണ്? അല്ല, നിങ്ങൾ കുഴപ്പമുണ്ടാക്കും നാട്ടിൽ, ശരിയാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് എന്തിനാണ് ഒരാൾക്ക് അയാളുടെ വിശ്വാസം നഷ്ടപ്പെടുമ്പോ അയാളെ കൊല്ലണം എന്നൊരു നിയമം എന്തിനാണ്? അയാളെ വിശ്വാസം എന്ന് പറഞ്ഞില്ല, ഈ ഇസ്ലാമിന്റെ വിശ്വാസമുള്ള ഒരു മുസ്ലിം രാജ്യത്ത് ഇസ്ലാമിക ശരീഅത്തുള്ള നാട്ടിൽ ജീവിക്കുമ്പോ അയാൾ പിന്നീട് എന്ത് ചെയ്യും? അയാൾ മറ്റുള്ളവരെയും കൂടി കുഴപ്പത്തിലാക്കിയിട്ട് ആ നാട്ടിൽ ചച്ചാതും ഫിത്തനയും ഉണ്ടാക്കും. അയാളെ ആശയത്തിലേക്ക് ആളെ കൂട്ടാൻ. അതിന് സ്വാതന്ത്ര്യമില്ലേ ഒരാൾക്ക്? മുഹമ്മദ് നബി മക്കയിൽ ജീവിച്ച സമയത്ത് 13 കൊല്ലം മക്കയിൽ ജീവിച്ച സമയത്ത് ഇനി മുഹമ്മദ് നബി ആണല്ലോ ഇസ്ലാമിന്റെ പ്രതീകം. ഞാൻ ഇസ്ലാമിൽ അള്ളാഹിനെ എടുക്കണം, മുഹമ്മദ് നബിനെ എടുക്കണം അല്ലെ? മുഹമ്മദ് നബിക്ക് ഞാൻ ചോദിക്കുന്നത്, മുഹമ്മദിന്റെ സിമ്പിൾ ചോദ്യമാണ്. നിങ്ങൾ ടെൻഷനായിട്ട് കാര്യമില്ല, നിങ്ങൾ ഒന്ന് മനസ്സ് തുറക്കുക. നിങ്ങളൊരു അനിയനോട് സംസാരിക്കുകയാണെന്ന് വിചാരിച്ചോളി. ഞാൻ നിങ്ങളെ ഉപദേശിക്കാനോ നിങ്ങളെ പഠിപ്പിക്കാനോ എന്നല്ല പറയണേ. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ്. ഞാൻ പറഞ്ഞുതരാം. മക്കയിലുള്ള ഖുറൈശികൾ മുഹമ്മദിനോട് കാണിച്ച 13 വർഷം കാണിച്ച ക്ഷമ, ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക വിശ്വാസമുള്ള ഒരാള് ഇസ്ലാമിനെതിരെ സംസാരിച്ചാൽ കൊടുക്കൂല, ഇസ്ലാമിലില്ല. ശരിയല്ലേ? മുഹമ്മദ് നബി ജനിച്ച് ജീവിച്ച നാട്ടില് ആ വിശ്വാസം തെറ്റാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നു. മക്ക ഖുറൈശികളുടെ ഇടയിൽ ഒരാൾ തന്റെ ആദർശം ഉപേക്ഷിക്കുമ്പോ അല്ലെങ്കിൽ വേറൊരു മതം സ്വീകരിച്ചാൽ അവനെ കൊല്ലണം എന്ന നിയമം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മളതിന് മനസ്സിലാക്കണം. അല്ലേ? അവർക്ക് എന്ത് മതം ഉണ്ടായിരുന്നു? ഇല്ലേ? പക്ഷെ ഇസ്ലാമിലാണെങ്കിൽ മുഹമ്മദ് നബി ഇസ്ലാം ഉണ്ടാക്കിയതിനു ശേഷം ആരെങ്കിലും തന്റെ മതം ഉപേക്ഷിച്ചാൽ അവനെ കൊല്ലണം എന്ന് മുഹമ്മദ് നബി പറയുകയും ചെയ്തിട്ടുണ്ട്. അല്ലേ? ഈ ആദർശത്തിന് ഞാൻ പറയട്ടെ നിങ്ങളുടെ അടുത്ത്, ഈ ആദർശത്തിന് എനിക്ക് ഈ നല്ല ബോധവും എനിക്ക് ഓർമ്മയും എനിക്ക് സംസാരിക്കാനുള്ള ശേഷിയുള്ള കാലത്തോളം വിമർശിക്കും. നിങ്ങൾ വിമർശിച്ചോളൂ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണങ്ങളുണ്ട്. എന്റെ ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, എനിക്കും അറിയാം. RSSകാരും ഇവിടുത്തെ സംഘികളും കാശികളും അല്ലെങ്കിൽ സയോണിസ്റ്റുകളും നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു RSSകാരൻ എനിക്ക് മതവിമർശനത്തിന് ഫണ്ട് തരുന്നു എന്ന് ഒരു മിനിറ്റ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോരെ? നമ്മൾ RSSന്റെ അടുത്തുനിന്നോ സയനിസ്റ്റിന്റെ അടുത്തുനിന്നോ ആരെടുത്തെങ്കിലുമൊക്കെ ഇത് ഫണ്ട് വാങ്ങിയിട്ട് ഇത് കൂലിക്ക് ചെയ്യുന്ന പണിയാണ് നിങ്ങൾ തെളിയിച്ചാല് ഷഹാദത്ത് കലിമ ചൊല്ലി പിറ്റേ ദിവസം നിങ്ങളെ ഹാജിമയിക്കുന്നത്. ഇവിടെ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആളുകൾ അങ്ങനെ ഉണ്ട്. അതിൽ തിരിച്ചു വന്നവര് അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിന്
അയാൾ ചെയ്തിട്ടുണ്ടാവും. ആരാ വന്നത്, ആരാ വാങ്ങിയത് ആൾക്കറിയും. അയാൾ പറയട്ടെ. അവർ പറഞ്ഞു നിങ്ങളടക്കം, ഞാനടക്കം എല്ലാവരും അത് വാങ്ങിയവരാണെന്ന് പറയും. നിങ്ങൾ എല്ലാവരും അല്ല, ലിയാക്കത്തിന്റെ പേര് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ലിയാക്കത്തിന്റെ പേര് എടുത്ത് പറയുന്നുണ്ട്. വേറെ ഡോക്ടർ അല്ല, ലിയാക്കത്തിന്റെ പേര് എടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ആര്? ആരാ പറഞ്ഞത്? അയ്യൂബ് മൗലവിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള്? അടുത്ത കാലത്ത് അയ്യൂബ് മൗലവിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള്? നമുക്ക് ഞാൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് പരിശോധിക്കണല്ലോ. എന്നാലേ അയ്യൂബ് മൗലവിയാണ്. നജീബ് മൗലവി ആരാണ്? അല്ല, അയ്യൂബ് മൗലവിയാണോ? അയാള് അല്ല, ഇപ്പൊ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന ഒരാൾ അയ്യൂബ് മൗലവിനെ കണ്ടത്. അയാൾ ആദ്യം നിങ്ങളെ കൂടെ ആയിരുന്നു. എന്റെ കൂടെ ഞാൻ ഒരാളുടെ കൂടെ അല്ല. നിങ്ങൾ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ പറയും. നിങ്ങൾ എന്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞ ആളുടെ പേര് പറയും. അല്ല അല്ല ഈ നജീബ് എന്താണ്? നജീബ് മൗലവി അതാരാ എനിക്കറിയില്ല. നിങ്ങളിപ്പോ പറഞ്ഞ ആളെ ഞാൻ അയ്യൂബ് മൗലവി എന്നാ പറഞ്ഞത്. അയ്യൂബ് മൗലവി. ഈ അയ്യൂബ് മൗലവി മുമ്പ് മക്ക മുശ്രിക്കുകളെ കൂടെ ആയിരുന്നോ? എനിക്കറിയില്ല. ആരാധകരായിരുന്നു നിങ്ങളെ പോലെ? നിങ്ങൾ ഉത്തരം മുട്ടി, നിങ്ങൾ ആകെ ഒന്ന് പതറി. ഞാൻ നിങ്ങളെ തോൽപ്പിക്കാനോ വാദപ്രതിവാദത്തിന് തന്നെ വിളിച്ചതാണ്. നിങ്ങൾ എന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടി വിളിച്ചാണ്. ഞാൻ പറഞ്ഞോ, നമ്മള് ഇപ്പൊ നിങ്ങൾ നേരത്തെ ഉദ്ധരിച്ച ഒരു ഖുർആൻ ആശയം ഉണ്ടല്ലോ, എന്താണ്? അറിവില്ലായ്മയാണ് ഒരു ആശയത്തോടുള്ള ശത്രുതയുടെ കാരണം. നിങ്ങൾക്ക് എന്നോടുള്ള വിരോധത്തിന്റെ കാരണം നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അല്ലല്ല, ആണ്. നിങ്ങളെ കുറിച്ച് നല്ല അറിയാം. നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങളെ വ്യക്തിപരമായിട്ടല്ല, നിങ്ങളുടെ ഞാൻ പറഞ്ഞ ആശയത്തെ കുറിച്ച് ഒന്നും അറിയില്ല. കാരണം ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളൊന്ന് പറയൂ, ഒരു വിഷയം ഉദാഹരിച്ച് പറയൂ. നിങ്ങൾക്ക് നോക്കൂ, നിങ്ങൾക്ക് എന്താ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് ക്ലാരിറ്റി വേണം. നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ പറയട്ടെ, നിങ്ങൾ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത്. ഇസ്ലാമിനെ വിമർശിക്കുന്നതിന്റെ കാര്യകാരണങ്ങൾ 2-3 ഉദാഹരണ സഹിതം വെച്ച് ഞാൻ പറഞ്ഞു. എന്താണ്? വേറെ മതങ്ങളൊന്നും വിമർശിക്കാത്ത അത് വേറെ ചോദ്യമാണ്. ഇസ്ലാമിനെ എന്തുകൊണ്ട് വിമർശിക്കുന്നു? ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ നിങ്ങൾ എന്താണ് ഈ ഹിന്ദുമതം പ്രചരിപ്പിക്കാത്തത്? അതല്ലല്ല അതന്നെ എന്റെ മറുപടി. ഞാനൊരു മതവിശ്വാസിയാണ്. ഞാനൊരു വിശ്വാസത്തിൽ ആദർശത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് വേറെ ഒന്നും പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഞാൻ ഇസ്ലാമിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. ഇസ്ലാമിക ദർശനം അനുസരിച്ച് കൊല്ലപ്പെടണമെന്ന് നിയമമുള്ള. അതുകൊണ്ട് ഇസ്ലാമികമായിട്ട് ഇസ്ലാമിനെ മുഴുവനായിട്ട് വിമർശിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഉദ്ദേശം. മറ്റു മതസ്ഥരെ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇല്ല, ഞാനിപ്പോ അതിനെ വിമർശിക്കുന്നില്ല. അതൊരു സാമൂഹ്യ വിഷയങ്ങൾ എനിക്ക് തോന്നുന്ന സമയത്ത് പറയാറുണ്ട്. എന്ത് പറയാറ്? നിങ്ങൾ മറ്റുള്ളവരെ ഇതിനെ വാട്ടബൌട്ടറി എന്നാണ് പറയാ. അതായത് നമ്മൾ ഒരു കാര്യം പറയുമ്പോ ആ കാര്യത്തിൽ ഉത്തരം മുട്ടുമ്പോ നിങ്ങൾ എന്താ അത് ചെയ്യാത്ത, നിങ്ങൾ എന്താ ഇത് ചെയ്യാത്ത, നമുക്ക് സൗകര്യമില്ലായിട്ടെന്ന് പറയാം. ലളിതമായിട്ട് അവരുടെ വിശ്വാസവുമായിട്ട് നടക്കണം, അവരെ നിങ്ങൾ വിമർശിക്കുന്നത്. ഇസ്ലാമത വിശ്വാസികൾ വിശ്വാസവുമായിട്ട് നടക്കുന്നതിന് എനിക്ക് യാതൊരു വിയോജിപ്പുമില്ല. പിന്നെ എന്തിനാ നിങ്ങൾ അത്രയും ഇസ്ലാമിക ആശയം എന്തോ ആനത്തലയാണെന്ന് പറയുമ്പോൾ അല്ലാതെ എനിക്ക് അറിയാം. അത് പറയും. ഇസ്ലാമിനെ മാറ്റി മറിഞ്ഞോ? നിങ്ങളൊരു വിമർശനം കൊണ്ട് ഇസ്ലാം പിന്നെ നല്ല മാറ്റാണ്. എന്ത് മാറ്റം? അടിപൊളി മാറ്റം. ഇതിപ്പോ നിങ്ങൾക്ക് അസ്വസ്ഥത വരുന്നത് എന്തിനാ? ഇപ്പൊ ഞാൻ എന്നെ പോലുള്ള ആൾക്കാരുണ്ടാവും, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാവും, ഫിത്തന ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഫിത്തനാണ്? ഞാൻ അതായത് ഇതേപോലെ തന്നെ നിങ്ങള് ഈ മറ്റുള്ളവരെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് ആ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കും. എന്താ ഫസാദ് എന്നാണ് ഉദ്ദേശിച്ചത്? എന്ത് ഫസാദ് പറഞ്ഞ് നിങ്ങളിപ്പോ പോയിട്ട് ഒരു ഇസ്ലാമിക രാജ്യത്ത് നിങ്ങൾ ജീവിക്കുന്നു, അവിടുന്ന് ആ മതത്തിനെ തള്ളി പറഞ്ഞുകൊണ്ട് നിങ്ങൾ വേറെ ഉള്ളവരെ അതിലേക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് തിരിപ്പുണ്ടാക്കി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് പ്രചരിപ്പിക്കും, തമ്മിൽ തല്ലിപ്പിക്കും. ഇതൊക്കെ ഫസാദല്ലേ? അപ്പൊ ആ ഫസാദ് എനിക്ക് ഇവിടെ ഇതിനേക്കാൾ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ? ഇവിടെ പറ്റൂല നിങ്ങൾക്ക്. കാരണം എന്തുകൊണ്ട്? ഇതൊരു മതേതര രാജ്യവും ഇവിടെ ഒരു നല്ല ഭരണഘടനയും ഇവിടെ നല്ലൊരു തത്വം. അത് എനിക്കല്ല ബുദ്ധിമുട്ട്, നിങ്ങൾക്കാണ് ശരിയത്ത് നിയമം നടപ്പിലാക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, ശരിയത്ത് നിയമം നടപ്പിലാക്കാൻ പറ്റുന്ന രാജ്യമാണ് നിങ്ങൾ ഇപ്പൊ തല വെട്ടൂലേ? അവര് എല്ലാ മനുഷ്യരും ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചിട്ടുള്ള നാടാണിതെങ്കിൽ എന്റെ തല വെട്ടിയിട്ടുണ്ടാവില്ലേ? ഇസ്ലാമിക ശരീഅത്തിന്റെ അല്ല, ഇവിടെ ഇസ്ലാമിക ശരീഅത്ത് ഇവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല. ഇസ്ലാമിക ശരീഅത്ത് ആയിരുന്നെങ്കിൽ നിങ്ങൾ വിദേശത്താണെങ്കിൽ നിങ്ങൾ അതിന് എന്താണോ ഇസ്ലാം പറഞ്ഞ ശിക്ഷ നടപ്പാക്കുക. എന്താണ് ശിക്ഷ? നാട്ടിലാണെങ്കിൽ എന്താണ് എന്താണോ ഇസ്ലാമിൽ അപ്പൊ ഈ നാടിന്റെ ഭരണഘടന എനിക്കല്ല ബുദ്ധിമുട്ട്, നിങ്ങൾക്കാണ്. ഈ നാടിന്റെ ഭരണഘടന മുസ്ലിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഒരു മതം വിട്ടവനെ കൊല്ലാൻ മര്യാദക്ക് പറ്റുമോ?
ഏത് ഞങ്ങൾക്ക് മതം വിട്ടോലെ കൊല്ലണം ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിന് എന്താണ് ആ നിയമം പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിന് ചില അർത്ഥങ്ങളും സാഹചര്യങ്ങളും ഒന്നുമില്ല. ഒരാൾ അയാളുടെ മതം മാറിയോ അയാളെ കൊല്ലണം. അതിലൊക്കെ ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ട്. ഒരു സന്ദർഭവും സാഹചര്യം ഇല്ലാത്ത ഹദീസുകൾ ഞങ്ങൾക്ക് വായിച്ചുതരാം. ഒരു സന്ദർഭവും സാഹചര്യം ഇല്ലാതെ ക്രോഡീകരിക്കപ്പെട്ട് ഹദീസുകൾ ഞങ്ങൾക്ക് വായിച്ചുതരാം. നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ അതങ്ങ് പറഞ്ഞു വരുത്തി. അതാണ്ടായത്. എന്താണ് പ്രശ്നം? ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞത് മതം വിട്ടവനെ കൊല്ലണേൽ ഒരു കുഴപ്പമില്ലാന്ന്. അല്ലല്ല, മതം വിട്ടവനെ കൊല്ലുന്നതിന് കുഴപ്പമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ശരിയാണ്. നിങ്ങളൊന്ന് ഒരു മിനിറ്റ് ഒന്ന് ഒരു 10 സെക്കൻഡ് ഒന്ന് ശ്വാസം എടുത്തിട്ട് നിങ്ങളെ മനസ്സിനോട് ചോദിച്ചേ, ഒരാൾക്ക് ഒരാളുടെ വിശ്വാസം, അയാൾ ആ വിശ്വാസം ശരിയല്ല തോന്നി, അല്ലെ വേറൊരു വിശ്വാസമാണ് ശരി തോന്നി, അല്ലെ എനിക്ക് വിശ്വാസം വേണ്ടാന്ന് ഒരാൾ തോന്നിയാൽ അത് അയാൾ കൊല്ലപ്പെടാനും മാത്രമുള്ള കുറ്റാണോ? ചിലപ്പോൾ അതായിരിക്കും. അല്ല, നിങ്ങളൊരു ഇതില് അത് എന്റെ ഇതിൽ തന്നെ ഞാൻ പറയുന്നത് ചിലപ്പോൾ അതായിരിക്കും. അത് ചില സാഹചര്യങ്ങൾ. അല്ല, എന്താണ് സാഹചര്യം? ഒരാളുടെ വിശ്വാസം അയാൾ ഉപേക്ഷിക്കുന്നു. ഇന്നലെ വരെ നിസ്കരിച്ചിരുന്നു, ഇനി നിസ്കരിക്കേണ്ട തീരുമാനിച്ചു. നോൽമ്പ് വെച്ചിരുന്നു, നോൽമ്പ് വെൽക്കണില്ല. അള്ളാഹു മുഹമ്മദ് നബി അള്ളാഹിന്റെ പ്രവാചകനാണെന്നോ അള്ളാഹു ആണ് ഈ പറയപ്പെടുന്ന ദൈവം എന്നോ അയാൾക്ക് സംശയം തോന്നി. അയാൾ അതിന് കൊന്നുകളയണോ? സുഹൃത്തെ, ഇസ്ലാമില് മതം വിട്ടവനെ കൊല്ലണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഖുർആനിൽ വന്നതാണത്. കാലാകാലം മതം വിട്ടവനെ കൊല്ലണം എന്ന അർത്ഥം പറഞ്ഞു. നിങ്ങൾ മതം വിട്ടവനെ കൊല്ലണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട്. നിങ്ങൾ അതിന്റെ മലയാള പരിഭാഷ വായിച്ചിട്ട് നിങ്ങൾ ഇന്ന് അറബി നിങ്ങൾ മുഫസ്സിറാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. ഞാൻ ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു, ഞങ്ങളുടെ നേരിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിന്റെ കംപ്ലീറ്റ് പറഞ്ഞുതരാം. നിങ്ങൾ നേരിട്ട് കാണണമെന്ന് നമുക്ക് പ്രയാസമൊന്നുമില്ല, പക്ഷെ നമ്മൾ സംസാരിക്കാനാവണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യർ എന്ന് പറയുന്ന ഒരു ജീവി വർഗം നമ്മളിവിടെ ജീവിക്കുന്നുണ്ട്. അത് വിശ്വാസമല്ല, അത് നമ്മളുടെ ഒരു ബോധ്യമാണ്. ആ മനുഷ്യർക്കിടയിൽ മതപരമായോ അല്ലാതെയോ ഉണ്ടാവുന്ന വേലിക്കെട്ടുകൾ, മതം കൊണ്ട് മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്ന സ്പർദ്ധ, ഇതിനൊക്കെ കാരണമായിട്ടുള്ള മതത്തിന്റെ ആചാരങ്ങൾ, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിയിട്ട് അഭിപ്രായം പറയുന്ന മൊയ്ലിയാര്, ഇതൊക്കെ ഉള്ള കാലത്തോളം ഇതിന്റെ സാമൂഹ്യ രാഷ്ട്രീയ വശങ്ങൾ പറയുകയും വിമർശിക്കുകയും ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ മനുഷ്യരും തുല്യമായ അന്തസ്സും അവകാശങ്ങളും ഉള്ളവരാണെന്നാണ്. ഇസ്ലാം ആ വിശ്വാസത്തെ അംഗീകരിക്കുന്നില്ല. നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ എല്ലാ മുസ്ലിങ്ങളെയും ബഹുമാനിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് അപമര്യാദമായിട്ട് എന്തെങ്കിലും വാക്ക് പറഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങൾ അപമര്യാദ പറഞ്ഞു, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. പക്ഷെ ഖുർആനിൽ വിശ്വസിക്കാത്ത ആളുകളെ കുറിച്ചും കാഫിറിനെ കുറിച്ചും മുശ്രിക്കിനെ കുറിച്ചും മോശം എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ല, അത് നിങ്ങൾക്ക് തെറ്റുപറ്റി. ഞാൻ മലയാളം പരിഭാഷയും വായിക്കും, ഞാൻ അറബിയും വായിക്കും, ഇംഗ്ലീഷും വായിക്കും, അതിലൊന്നും കുഴപ്പമില്ല. ഞാനൊരു സാധ്യം ചോദിക്കട്ടെ. നിങ്ങളൊരു യഥാർത്ഥ ഒരു മതപണ്ഡിതന്റെ അടുത്ത് പോയിട്ട്, യഥാർത്ഥ മതപണ്ഡിതനായിരിക്കണം. ഇവിടെ നടക്കുന്നത്. എന്നിട്ട് എന്താണ് ഉസ്താദ് ഈ ഇതിന്റെ ഭാഷ, ഇതിന്റെ അർത്ഥം, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശം എന്ന് നിങ്ങൾ ഇന്ന് ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ട്? ഞാൻ ആവശ്യത്തിലധികം ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. ആവശ്യത്തിലധികം ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആവശ്യത്തിലധികം വർഷം എടുത്തിട്ടുണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പഠിക്കാൻ. ഇത് ഖുർആനിൽ മുഴുവൻ തെറ്റ്, പ്രവാചകന്റെ ജീവിതം അങ്ങനെയൊന്നും ഞാൻ പറയാത്തത് നിങ്ങൾ പറയണ്ട. ഖുർആനിലുള്ളത് മുഴുവൻ തെറ്റാണ്, പ്രവാചകൻ ചെയ്തത് മുഴുവൻ ശരികേടാണെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഒരു നന്മ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. നന്മകൾ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടുണ്ടാവും. ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാം, ഞാൻ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചിട്ട് എന്താ പറയാ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഹദീസുകളുടെ ഗണത്തിൽ പറയപ്പെടുന്ന ഒരു ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അല്ലെ? മുത്തവാത്തിറായിട്ടുള്ള ഹദീസാണ്. അല്ല, ഞാൻ പറയട്ടെ, ആ ആശയം ശരിയാണ്. ഞാൻ അത് എന്റെ പ്രസംഗത്തിലൊക്കെ പറയാറുള്ള ആളാണ്. അത് വിചാരിച്ചിട്ട് അത് ഇസ്ലാം പറഞ്ഞ കാര്യം, ഇസ്ലാം മാത്രം പറഞ്ഞ കാര്യമല്ല, അതൊരു പൊതു തത്വമാണ്. അതായത് നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങളുടെ ഉദ്ദേശമാണ് നിങ്ങളുടെ കർമ്മത്തിന്റെ അതിന്റെ പ്രസക്തി. നിങ്ങൾ എന്ത് ഉദ്ദേശത്തിൽ ഒരു കാര്യം ചെയ്യുന്നു, നിങ്ങളുടെ ലക്ഷ്യവും മാർഗവും അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? അതേ സമയത്ത് ഒരാൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട ആളെ കൊന്നു കളയണം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ നീചമായിട്ടുള്ള സാധനമാണ്.
അത് നിങ്ങളുടെ ചിന്തയിൽ അതുള്ളൂ. ആണ് നിങ്ങളുടെ ചിന്തയ്ക്ക് എന്റെ ചിന്തയാണ് ഞാൻ പറയുന്നത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ട്. പക്ഷേ നിങ്ങൾ എന്തിനാ ഒരു വിശ്വാസത്തെയും ഒരു അടിസ്ഥാനത്തെയും പറ്റ തള്ളി പറയുന്നു? പൂർണ്ണമായിട്ട് തള്ളി പറയും. കാരണം അതിന്റെ കാരണം കൂടി പറഞ്ഞിട്ട് നിർത്താം നമുക്ക്. എന്തുകൊണ്ട് ഞാൻ എന്റെ വിശ്വാസവും എന്നിൽ അടിച്ചേൽപ്പിച്ച് എന്നെ ചെറിയ പ്രായം തൊട്ട് പഠിപ്പിച്ച ആദർശവും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പറയാം. നിങ്ങൾ വെറുതെ പരിഹാസിക്കാൻ നിന്നൊരു കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ചോദിച്ചൊന്നും നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. കോടിക്കണക്കിന് ആളുകൾ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? തെറ്റുകാരും ഇവരൊക്കെ മോശക്കാർ, ഇവരൊന്നും ചിന്തിക്കാത്തവരും വിവരമില്ല. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ മുസ്ലിങ്ങളൊക്കെ മണ്ടന്മാരാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ വരലെണ്ണാവുന്ന 2-3 കുറച്ച് ആൾക്കാർ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥ പ്രകടിപ്പിക്കുന്നത്? ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ആൾക്കാരും മണ്ടന്മാരാണ്, മുസ്ലിങ്ങളൊക്കെ മണ്ടന്മാരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്റെ വാക്കിന് തസ്വീർ ചെയ്തല്ലേ? നിങ്ങൾ എന്തിന് എക്സ് മുസ്ലിം മുസ്ലിം എന്നാണ്ട് ഒഴിവാക്കി? എന്തിന്? നിങ്ങൾക്ക് എന്താ ബേജാറ്? എക്സ് മുസ്ലിം എന്താണ് നിങ്ങൾ ആളാവാൻ മുസ്ലിം എന്നുള്ള നാമം അവിടെ വേണം. എന്താ നിങ്ങൾക്ക് പ്രശ്നം? വിമർശിച്ച് ആളാവാൻ അതിന് നിങ്ങൾക്കൊരു ഇസ്ലാമിന്റെ അറബിക്ക് പേരുണ്ട്. എന്നാ അതൊക്കെ മാറ്റി ഞാനൊരു കാര്യം ചോദിക്കാം. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഈ തെറ്റിദ്ധാരണ കൂടെ മാറ്റി തരാം. ഇസ്ലാമിനെ വിമർശിച്ചാലാണോ ഇസ്ലാമിലെ വിശ്വാസികളെ ചൂഷണം ചെയ്താലാണോ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുക? വിമർശിച്ചാല് ആണോ? നിങ്ങൾ നൂറെ ഹബീബി തങ്ങളെ കേട്ടിക്കണോ? നൂറെ ഹബീബി എന്ന് പറഞ്ഞ തങ്ങള് കേട്ടിക്കണോ? കേട്ടിട്ടുണ്ടോ? ഇല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ല. പല പണിയും ചെയ്ത് ഒരു ഗതിയും പരഗതി ഇല്ലാണ്ടായി അവസാനം തങ്ങൾ കുടുംബത്തിന്റെ എന്തോ ഒരു മുള്ളിയപ്പത്തറച്ച ബന്ധമുണ്ടെന്നും പറഞ്ഞിട്ട് അയാളിപ്പോ ഒരു മജ്ലിസ് തുടങ്ങി ഓൺലൈന്. അയാൾക്ക് കുറച്ച് ആൾക്കാർ എന്താ വരുമാനം? നിങ്ങൾ ഇസ്ലാമിനെ മുഴുവൻ അപ്പൊ പൈസ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നിങ്ങൾ പറയും വയലു പറയാൻ പോയാലാണോ വിമർശിക്കാൻ പോയാലാണോ? മറ്റു മാത്രമുണ്ടല്ലോ അങ്ങനെ ആത്മീയത അതുണ്ട്, വിറ്റ് പൈസ ഉണ്ടാക്കണവരുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു മതം കൊണ്ട് പണം ഉണ്ടാക്കാനാണെങ്കിൽ അതിനെ വിമർശിക്കലാണോ എളുപ്പം, അതിന്റെ കൂടെ നിന്ന് ചൂഷണം ചെയ്യലാണോ എളുപ്പം? വിമർശിക്കൽ തന്നെയാണ് എളുപ്പം. കാരണം നിങ്ങൾക്ക് നല്ല ഫണ്ട് വെയിറ്റ് മണി വരും. നിങ്ങൾക്ക് എന്റെ വീട്ടിലേക്ക് സ്വാഗതം, എന്റെ ഓഫീസിലേക്ക് സ്വാഗതം, എന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സ്വാഗതം. അതൊന്നും സംഘികളെ കയ്യിൽ നിന്ന് ഫണ്ട് വരും. സംഘികളെ കയ്യിൽ നിന്ന് ഫണ്ട് വരും എന്ന് പറയുമ്പോ വിറക്കുന്ന കാലമൊന്നുമല്ല. അങ്ങനത്തെ ഒരാളുമല്ല ഞാൻ. അതൊക്കെ മടിയിൽ കാനുള്ളവന് ഇത് ഒരാശയം പറയുമ്പോ നോക്കൂ, ഞാൻ നിങ്ങളെ പ്രായത്തെ ബഹുമാനിച്ച് പറയുന്നു. ഒരാശയത്തെ ആശയപരമായിട്ട് പറയുമ്പോ ആശയപരമായിട്ട് ലിയാഖത്ത് ഇന്ന പറഞ്ഞ വാക്ക് ഇപ്പൊ സംഘികളിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണെങ്കിലും വാങ്ങാതെ ആണെങ്കിലും പറയണത് ഇസ്ലാം ആണെങ്കിൽ ആ പറയുന്നതിനൊരു മറുപടി ഉണ്ടാവുമല്ലോ. ഒന്നുകിൽ ആ പറയണത് ശരിയാണ്, അല്ലെങ്കിൽ ആ പറയണത് തെറ്റാണ്. ഇല്ലേ? ഞങ്ങൾ പറഞ്ഞത് തെറ്റെന്ന് പറഞ്ഞല്ലോ. ഏതാണ് പറഞ്ഞത്? നിങ്ങൾ ഒരു ഉദാഹരണം പറയാൻ പറഞ്ഞു, ഇതുവരെ കിട്ടിയില്ല. ഒരെണ്ണം ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ആശയങ്ങളിൽ ഒരെണ്ണം പറയും. എന്താണ് തെറ്റെന്ന് പറയും? നിങ്ങള് ഈ പ്രവാചകനെ കുറിച്ചും ഖുർആനെ കുറിച്ചും പറഞ്ഞ വയലുകൾ ഭേദം നോക്കിയിട്ട് അപ്പൊ നിങ്ങളെ ഓർമ്മയിൽ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ ഒരു തെറ്റുമില്ല, മുഴുവനും കേട്ടിട്ടില്ല. ഒരെണ്ണമില്ല നിങ്ങളില്. ഒരു സാധനം നിങ്ങളെ മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല. നിങ്ങൾ ഇത്രയും ജീവനേക്കാളും സ്നേഹിക്കുന്ന പ്രവാചകനെ കുറിച്ച് ഞാൻ പറയുന്ന കാര്യത്തിൽ നിങ്ങളെ വേദനിപ്പിച്ച ഒരു കാര്യം എന്നെ വേദനിപ്പിക്കാൻ ഞാൻ കേട്ടിട്ടില്ല നിങ്ങളുടെ. അപ്പൊ ഞാൻ എന്താ പറയണത്? കേൾക്കാതെയാണ് നിങ്ങൾ പ്രവാചകനെ കുറ്റം പറഞ്ഞത് എന്നോട് നേരിട്ടാണ്. എന്താ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ പ്രവാചകൻ അവിടെ എന്തോ ക്ഷേത്രം പൊളിച്ചു, ക്ഷേത്രം കയ്യേറി. ഈ ക്ഷേത്രം നിങ്ങള് മുഹമ്മദ് നബി എന്തായാലും ഉണ്ടാക്കിയതല്ല, വിശ്വാസികൾ ഉണ്ടാക്കിയതല്ല. ഇവിടെ സംഘപരിവാർ ബാബരി മസ്ജിദ് കൈയടക്കിയത് പോലെ കൈയടക്കിയതാണ് അവിടെ. അതെയോ? സംഘപരിവാർ ബാബരി മസ്ജിദ് കൈയടക്കിയത്, ബാബരി മസ്ജിദ് അവിടെ മുമ്പ് അവരുടെ ക്ഷേത്രം ഉണ്ടായിരുന്നല്ലേ പറയുന്നു? അതാണ് പറയണേ. നിങ്ങളെന്താ പറയണേ? ഉണ്ടായിരുന്നോ? അല്ല, നിങ്ങളെന്താ പറയണേ? അല്ല, അതുണ്ടായിരുന്നു. അല്ല, നിങ്ങളെന്താ പറയണേ? അല്ല, നിങ്ങളെന്താ പഠിച്ചിട്ടില്ല. അതായത് ഇവരെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ ആരാധന നടത്തി പോന്നിരുന്ന ഒരു മസ്ജിദ്, അതെ, അത് രാമജന്മഭൂമിയാണ് എന്ന് സംഘികൾ പറയുന്നു. ഓക്കെ. എന്നിട്ട് അവരത് കൈക്കലാക്കാനുള്ള ഗൂഢപദ്ധതികൾ ഉണ്ടാക്കുന്നു. ഒരു ഘട്ടം കഴിയുമ്പോ ഇവിടുത്തെ ഒരു കാലഘട്ടത്തിന്റെയും പരിമിതി വെച്ചുകൊണ്ട് ഇവിടെ ആളുകൾ കയറി അവിടെ പൊളിക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, കോടതി വ്യവഹാരം തുടങ്ങുന്നു, ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവസാനം അത് അവരുടെ കയ്യിലെത്തുന്നു.
അപ്പൊ നിങ്ങൾക്ക് സന്തോഷിക്കല്ലേ വേണ്ടത്? കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മളൊരു വിഷയത്തിൽ സംസാരിക്കാണ്. ഇനി നിങ്ങൾ പറയും മക്കയില് ഇതേ രീതിയിലല്ലെങ്കിൽ എങ്ങനെയാണ് കഅബ ഇസ്ലാമിന്റെ കയ്യിലെത്തിയത്? പറയും. കഅബ ഇസ്ലാമിന്റെ കയ്യിലെത്തിയത്, കഅബയിൽ അന്ന് മക്കയിലുണ്ടായിരുന്ന മുഴുവൻ ജനങ്ങളും ഇസ്ലാമിനെ സ്വീകരിച്ചു. അന്ന് അവിടെ ഒരു തുള്ളി രക്തം പോലും ചിന്താതെയാണ് അതായത് അതിപ്പോ നിങ്ങളോട് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു ആശയവും ആചാരവും ആ നാട്ടിൽ കൊണ്ടുവന്ന അനാചാരങ്ങളുടെ ഒരു ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗത്തിൽ അതിനെ എതിർത്തു, അതിനെതാക്കി ആ നാട്ടിൽ നിന്ന് പ്രവാചകനും വിശ്വാസികളായ കുറച്ച് അനുജന്മാരെ അവിടെ നിന്ന് ആട്ടി ഒഴിച്ചു. അവർ തിരിച്ചു മക്കയിലേക്ക് അവരുടെ തെറ്റാണ്. നിങ്ങൾ ഈ പറയുന്ന കഥ മുഴുവൻ തെറ്റാണ്. ഇസ്ലാമിന്റെ ചരിത്രത്തിന് വിരുദ്ധാണ്. മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോണത് പോലെ ആട്ടി ഓടിച്ചിട്ടാണോ മുഹമ്മദ് നബിന്റെ ഇഷ്ടപ്രകാരമാണോ? അവരാട്ടി ഓടിച്ചിട്ട്. ആരാട്ടി ഓടിച്ചത്? ഈ മക്കയിലുള്ള ആളുകൾ. അക്കബ ഉടമ്പടി 1ഉം 2ഉം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് നബി പോണത്. 2 വർഷത്തെ തുടർ ചർച്ചകളും ഈ അക്കബ ഉടമ്പടിയില് മുഹമ്മദ് നബിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് മദീനയിൽ നിന്ന് വന്ന ആൾക്കാരോട് സംസാരിക്കുന്ന ആളുടെ പേരെന്താ? അയാൾ വിശ്വാസിയാണ്? എങ്ങനെ നിങ്ങൾ പറയും. അക്കബ ഉടമ്പടിയില് മുഹമ്മദിന്റെ പക്ഷത്ത് നിന്ന് സംസാരിച്ച ആളുകൾ എല്ലാവരും വിശ്വാസികളായിരുന്നോ? എനിക്കത് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് അറിയില്ല. മനസ്സിലായോ? നിങ്ങൾ ഈ പറഞ്ഞ കഥ മുഴുവൻ തെറ്റാണ്. അതായത് നമ്മളെ കുട്ടികളെ പറയട്ടെ, ഞാൻ മദ്രസയിൽ പഠിച്ചു, കുറെ കാലം മദ്രസയിൽ പോയതാ. മദ്രസയിൽ പോകുമ്പോ നമുക്ക് കിട്ടുന്ന ഇസ്ലാമുണ്ട്. നമ്മളെ മൂല്യന്മാര് വയല് പറഞ്ഞിട്ട് നമുക്ക് രാത്രികളില് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള വയല്, മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഇശാം കഴിഞ്ഞ് നീണ്ടുപോകുന്ന വയല്, ഇതൊക്കെ കേട്ട് നടന്ന കാലത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഇസ്ലാമുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിൽ, ഖുർആനിൽ, അതിന്റെ തഫ്സീറിൽ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ, ഇസ്ലാമിന്റെ സീറകളിൽ എഴുതി വെക്കപ്പെട്ട ഇസ്ലാമിന്റെ ചരിത്രമുണ്ട്. ഇത് രണ്ടാണ്. ഞങ്ങൾക്കത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു തെളിവും കൂടി പറഞ്ഞുതരാം. നമ്മൾ മുഹമ്മദ് നബി മക്കയില് ആയിരിക്കുന്ന സമയത്ത്, നിസ്കരിക്കുന്ന സമയത്ത് മുഹമ്മദ് നബി സുജൂദിൽ പോയപ്പോ ഒരാള് ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് കഴുത്തിലിട്ടു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവത്തിൽ അത് ചെയ്ത ആളോട് മുഹമ്മദ് നബി എന്ത് ചെയ്തു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? അയാളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അയാളെ ക്ഷമിച്ചു. അയാൾ എപ്പോഴാ കൊല്ലപ്പെടുന്നത്? അതെനിക്കറിയില്ല. അറിയില്ല. അതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മള് മദ്രസയിൽ നിന്ന് പഠിച്ചതും മൂല്യന്മാര് പറഞ്ഞതും പിന്നെ വയല് കേൾക്കുന്നതുമായിട്ടുള്ള ഇസ്ലാമിന്റെ ഒതന്റിക് ആയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ കിടക്കുന്ന ഇസ്ലാം രണ്ടാണ്. ഈ ഒതന്റിക് ആയിട്ടുള്ള ഗ്രന്ഥങ്ങൾ നിങ്ങൾ ഏതാ പറയുന്നത്? ഖുർആനുണ്ട്. അതിന്റെ തഫ്സീർ തബ്രി മുതൽ ഇങ്ങോട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതും കൊള്ളാവുന്നതും തള്ളാവുന്നതുമായിട്ടുള്ള തഫ്സീർ ഗ്രന്ഥങ്ങളുണ്ട്. സഹീഹുൽ ബുഖാരി, മുസ്ലിം, സുനൻ നസായി, ദാവൂദ്, തിർമിദി, ഇബ്നു മാജ, മാലിക്, അഹ്മദ്, എത്ര ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. വേണ്ട നമ്മൾ സിഹാവ് സിത്ത മാത്രം എടുക്കുക. സീറത്ത് റസൂലുള്ള ഉണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് വന്നാലും കേരളത്തിൽ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ എഴുതിയ പിന്നെ താരിഖുൽ ഇസ്ലാം, ആമിന ബുക്സ് പബ്ലിഷ് ചെയ്ത മലയാളം ഉണ്ട്. എത്രയോ പണ്ഡിതന്മാർ കൂടിയിരുന്ന് ആലോചിച്ച് നെല്ലും പതിനും തിരിച്ചെഴുതിയത്. അപ്പൊ ഇങ്ങനെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ ഈ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ടപ്പം ക്ഷമിച്ചു എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ ബദർ കഴിഞ്ഞതിന് ശേഷം കുറെ ആളുകളെ ബന്ദികളെ പിടിച്ചപ്പം ആ ബന്ദികളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം വരുന്നതിന് മുൻപ് കൊല്ലാൻ കൽപ്പിച്ചു മുഹമ്മദ് നബി. നിങ്ങൾക്കറിയോ കഥ? ഈ ഒരൊറ്റ കാരണം കൊണ്ട് ആ പ്രതികാരത്തിന്റെ കഥകൾ കേട്ടിട്ടുണ്ടോ ജീവിതത്തിൽ ഒരിക്കൽ? മുഹമ്മദ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞതാണോ അങ്ങനെ ഓനെ കൊല്ലാൻ? അതെ. നളർ ബിൻ ഹാരിസിനെയും ഉഖബ ബിൻ അബി മുഅയ്ത്തിനെയും കൊല്ലാൻ മുഹമ്മദ് കൽപ്പിച്ചു. എപ്പോന്നറിയോ? ബന്ദികളുടെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അള്ളാഹിന്റെ തീരുമാനം വന്നിട്ടില്ല. ഖുർആനിലെ വചനം അതിന്റെ മുമ്പ്. ഞാൻ ചോദിക്കുന്നത്, ഈ ഉഖബ ബിൻ അബി മുഅയ്ത്തിനെ കൊന്നു, മുഹമ്മദ് നബി കൊല്ലാൻ ഉത്തരവിട്ടു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും? അത് നിങ്ങൾ എവിടുന്നാ പഠിച്ചത്? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ട. ഞാൻ പറയുന്നത് ശരിയാണ്, നിങ്ങൾ വിശ്വസിക്കണ്ട. ഉമർ ഇബ്നുൽ ഖത്താബും അബൂബക്കർ സിദ്ദീഖും തമ്മിൽ ഇതിന്റെ പേരിൽ ഒരു വാദപ്രയോഗം നടന്നു. അത് ഇവരുടെ കാര്യത്തിലേ അല്ല. അള്ളാഹുവിന്റെ അത് ഇവരുടെ കാര്യത്തിൽ, അത് ഉഖബ ഇബ്നു അബി മുഅയ്ത്തും നളർ ബിൻ ഹാരിസൊക്കെ അതിന്റെ മുമ്പേ തീർന്നു. ബാക്കിയുള്ളവരുടെ കാര്യത്തിലാണ് ഉമറും അബൂബക്കറും തമ്മിലുള്ള തർക്കമൊക്കെ നടക്കുന്നത്. അപ്പം പ്രവാചകൻ അത് പ്രതികാരം ചെയ്തു. ചെയ്തു. അത് ഞാൻ പറഞ്ഞല്ല.
ഉഖബ ഇബ്നു അബീ മുഅയ്ത്തിനെ കൊല്ലാൻ കൽപ്പിക്കുമ്പോ ഞാൻ പറഞ്ഞുതരാം, ഹദീസിലുള്ള ചരിത്രത്തിലുള്ള പറഞ്ഞു. ഓക്കെ, ഞാൻ നിങ്ങളോട് ഇപ്പൊ നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ കേൾക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാല്, നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് ഇവരെ കുറിച്ചൊക്കെ നിങ്ങളുടെ ആ ഒരു ചുറ്റുവട്ടത്തില്, നിങ്ങളുടെ ആ ഒരു ചിന്തക്കുള്ളിലും ഈ ഹദീസുകൾ തന്നെ, പല ഹദീസുകളും ഇപ്പൊ ബുഖാരിയുള്ള എല്ലാ ഹദീസും ഞാൻ ഏറ്റവും ചുരുങ്ങിയത് അൽബാനി സഹീഹ്, ഞാൻ പറയട്ടെ, ഞാൻ ഏറ്റവും ചുരുങ്ങിയത് അൽബാനി സഹീഹാണ് എന്ന് കൺഫേം ചെയ്ത ഹദീസ് എടുക്കാറുള്ളൂ. നിങ്ങൾക്ക് എന്താ പറയാ? അതായത് ഇവിടെ ഹദീസുകൾ തന്നെ ആകെ 3000-4000 ഹദീസ്, 5000 ഹദീസ് ഉണ്ടാവും. ഇവിടെ 10, 15, 20 ലക്ഷമൊക്കെ ഹദീസ് മനപ്പാടുള്ള കഴിഞ്ഞകാല പണ്ഡിതന്മാരുണ്ട്. ഇവരാരും ഇത് എഴുതി വെക്കാത്ത പറയാം. ഇവർ എഴുതി വെച്ചതാണ് ഞാൻ പറയണേ, നിങ്ങൾ വായിച്ചിട്ടില്ലാത്തതാണ്. അപ്പോ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ചിന്തയിൽ കാണുന്ന പ്രവാചകൻ പ്രതികാരി, അതായത് ഇന്നങ്ങനെ കാട്ടിയതുകൊണ്ട് ഞാനൊരു പ്രതികാരം ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു രീതിയിൽ ഇവരൊക്കെ കാണേണ്ട ഒരു പ്രതികാരദാഹികളായി മാറി എന്നൊക്കെയാണ്. അതായത് അങ്ങനെ വരുത്തി തീർത്താലേ നിങ്ങൾ എന്തിന് ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മൗലവിമാര് സ്റ്റേജില് ആൾക്കാരോട് വയലു പറയണ കേൾക്കണം. അത് ഇതേ സാധനം. ഉഖബ ഇബ്നു അബീ മുഅയ്ത്തിനെ കൊല്ലാൻ ഉത്തരവിട്ടു. അപ്പൊ ഉഖബ ചോദിച്ചു, എന്റെ കുട്ടികൾക്ക് ആരാളുള്ള പ്രവാചകരേന്ന്? നരകമാണ്, അന്നാർ എന്ന് മുഹമ്മദ് നബി പറഞ്ഞു എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം മലയാളത്തിൽ എഴുതിയ പുസ്തകങ്ങളിൽ പോലും ഉള്ളത്. നിങ്ങൾ വായിച്ചിട്ടില്ല, അതാ പ്രശ്നം. ഇനി ഞാന് വേറൊരു കാര്യം ചോദിക്കട്ടെ. അല്ല, ഈ കാര്യങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഇങ്ങനത്തെ കേട്ടാൽ ഞെട്ടുന്ന കുറെ കാര്യമുണ്ട്. ഞാൻ പറയാം. ഞാൻ ചോദിക്കുന്നത് രണ്ട് കാര്യങ്ങളെ കുറിച്ച്, ആധികാരികമായിട്ട് ഇത്തരം സംഭവങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മറുപടി തരാൻ കഴിയുന്ന ആളുകളെ കിട്ടിയാൽ നിങ്ങൾ അവരെ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? ഉറപ്പല്ലേ. എന്താ നമുക്ക് എന്താ തർക്കം? ഇപ്പൊ എനിക്ക് മുഹമ്മദ് ഒരു പ്രശ്നക്കാരനായിരുന്നു സ്ഥാപിച്ചിട്ട് എനിക്ക് എന്ത് നേടാനാ? നിങ്ങൾക്ക് നിങ്ങളെ പിന്നിലുള്ള ആളുകൾക്ക്, എനിക്കും എന്റെ പിന്നിലും ഒരാളും ഇല്ല, എന്റെ മുന്നിലും ആളില്ല. എനിക്ക് അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. മനസ്സിലായോ? നിങ്ങൾ എന്റെ വീഡിയോസും കണ്ടിട്ടില്ല. നിങ്ങൾ എവിടുന്നോ ഏതോ ഒരു വീഡിയോ ആരോ അയച്ചു തന്നു, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയോ എന്റെ പേര് കണ്ടു, അപ്പൊ എന്നെ ഒന്ന് വിളിക്കാം എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ടില്ല. നിങ്ങളെ കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങളുടെ ഈ 1-2 യാദൃശ്യമായിട്ട് കണ്ടു, അതില്ല. അപ്പൊ നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ചും മറ്റേ പ്രവാചകനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്ന ഒരാളാണ്. ഇതിപ്പോഴാണ് നിങ്ങൾ ഇത്രത്തോളം ഇതിനോട് എതിർപ്പുള്ള ആളാണ്. എന്റെ എതിർപ്പ്? ആരോട് എതിർപ്പ്? എനിക്ക് ആരോട് എതിർപ്പ്? മുഹമ്മദ് നബിയോട് കംപ്ലീറ്റ് ഒരു എന്തോ മുസ്ലിങ്ങളോട് എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും എതിർപ്പുള്ളതായിട്ട് നിങ്ങൾക്ക് സംസാരിക്കുമ്പോ, ഒരു സുഹൃത്തിനോട് സഹോദരനോട് സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് ഞാൻ നിങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്തായിട്ട് നിങ്ങൾ തോന്നി ഒരു രീതിയാണ്. ഞാനത് നിങ്ങളിൽ ആകർഷണമായിട്ട് നിങ്ങളുടെ എക്സിലേക്ക് വരണം, ആ എക്സിലേക്ക് വരാൻ ഇവിടെ അങ്ങനെ ഒരു എക്സും കിടക്കുന്നില്ല. നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാനും നിങ്ങൾക്ക് പള്ളിയിൽ ഇമാമ് നിൽക്കാനും ഒന്നും ഒരു സംഭവമില്ല. ഉണ്ട് ആളുകൾ അവരങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു. എന്തിനാ? അത് ഓരോരുത്തരുടെ ചോയ്സ് അല്ല. ഇത് ഇന്ത്യ മഹാരാജ്യമല്ലേ. ഞാൻ ചോദിക്കുന്നത് അത് ഓരോ മനുഷ്യന്റെ ചോദ്യമല്ലേ. വെറുപ്പുള്ള ഒരു സംഗതിയുടെ ആ ഐഡന്റിറ്റിയിൽ വേണോ? പിന്നെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ അത്ര മുസ്ലിം എന്ന് പറയുന്ന വിഭാഗത്തിനോട് അത്ര വെറുപ്പില്ലാത്തവരാണ് നമ്മൾ എന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വെറുപ്പുള്ളവരാണ് ഏറ്റവും ആ ഒരു ഐഡന്റിറ്റി കിട്ടിയാലേ. എന്തിനാണ് നിങ്ങൾ നമ്മൾ വസ്തുതകളിലാണ് സംസാരിക്കുന്നത്, വിഷയങ്ങളിലാണ് സംസാരിക്കുന്നത്. ഇനി നിങ്ങൾ പറഞ്ഞു ബദർ മീൻസ് അവിടുന്ന് ഓടിപ്പോന്നല്ല, വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു റീസെറ്റിൽമെന്റ് ആയിരുന്നു. മനസ്സിലായോ? മുഹമ്മദ് നബി പ്ലാൻ ചെയ്ത് മുഹമ്മദ് നബിയുടെ മതത്തിന്റെ ഉയർച്ചയ്ക്ക്, മുഹമ്മദ് നബിയുടെ തുടർ ജീവിതത്തിന്, മുഹമ്മദ് നബിയുടെ തുടർ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഹിജറയാണ്, ഒരു യാത്രയാണ്. ആരുണ്ടാക്കിയതല്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അവിടെ ജീവിക്കാൻ സമ്മതിക്കാതെ ഓടിപ്പോയി, തെറ്റാണ്. നിങ്ങൾ അവരെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞപ്പോ തെറ്റാണ്. ആ സംഭവങ്ങളൊക്കെ അവിടെ അസ്വസ്ഥതകളും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മുഹമ്മദ് നബി ആ വീട് വളഞ്ഞപ്പോ ഒരു യാത്രയില് ഒറ്റ ഒരു രാത്രി കൊണ്ട് അപ്പം തീരുമാനിച്ചെന്ന് രക്ഷപ്പെട്ട് കളയാം, യാസീനോദി മണ്ണും വലിച്ചെറിഞ്ഞ് അള്ളാഹിന്റെ അപാരമായിട്ടുള്ള അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ട് ഓടിക്കളയാം, അങ്ങനെയല്ല ഹിജറ നടക്കും. ഒരു രാത്രി കൊണ്ട് തീരുമാനിച്ചല്ല, അവർ പോകാൻ വേണ്ടി കുറെ മുമ്പ് തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ? പ്രവാചകൻ അള്ളാഹുവിന്റെ നിർദ്ദേശം. അതാണ് ഞാൻ ചോദിച്ചത്. അഖബ ഉടമ്പടികളിൽ മുഹമ്മദിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞ് സംസാരിച്ച മുഹമ്മദിന്റെ ഒരു ബന്ധുവിൽ നിങ്ങൾ ഈ പറയപ്പെടുന്ന നജസായിട്ട് കാണണം എന്ന് നിങ്ങൾ വിചാരിക്കുന്ന മുശ്രിക്കായ ബന്ധു ഉണ്ടായിരുന്നു. ആ ബന്ധുവിന്റെ പേരെന്താ? ബന്ധുവിന്റെ പേര് അബ്ബാസ് എന്നാണ് എന്റെ ഓർമ്മ. അബ്ദുൽ മുത്തലിബോ? പിന്നീടാണ് അദ്ദേഹം ഇസ്ലാമിലേക്കൊക്കെ വരുന്നത്.
അദ്ദേഹം അതിന് മുമ്പും ഈ ബിംബാരാധനയിൽ ഇല്ലാത്ത മനുഷ്യൻ എന്നൊക്കെ നമുക്ക് എന്ത് വേണേലും പറയാം. ഞാൻ ചോദിക്കുന്നത്, മുഹമ്മദ് നബിയെ കൊലപ്പെടുത്തണം എന്ന് ഖുറൈശികൾ, ഒരു സമൂഹം എന്ന നിലക്ക് ഖുറൈശികൾ യോജിച്ചൊരു തീരുമാനമെടുത്ത് നടപ്പാക്കാൻ തുനിഞ്ഞതിന് ഒരു രേഖയും ഇസ്ലാമിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടു തന്നോളി. ഇനിയല്ല ഇതിൽ ഞാൻ പറയണത്, മുഹമ്മദ് നബിക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടായിരുന്നു. മുഹമ്മദ് നബിക്ക് മക്കയിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിന് വേണ്ടി മുഹമ്മദ് പ്രവർത്തിച്ചു. അതിലൊന്നും നമുക്ക് അതിനകത്ത് ഇതൊരു ചരിത്രമാണ്, നടന്ന സംഭവമായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അങ്ങനെയാണ് വായിക്കുന്നത്. ഒരു രാഷ്ട്ര നേതാവായി വളർന്നു, ഒരു രാഷ്ട്രം പണിതു, ലോകം മുഴുവനും പിന്നെ മുഹമ്മദ് നബിയുടെ കീഴിലാവുകയും ചെയ്തു. ഭൂരിപക്ഷം മുസ്ലിങ്ങളും മുഹമ്മദ് നബിയുടെ കീഴിലായി. അതായത് മുഹമ്മദ് നബി വഫാത്താകുന്ന ഇപ്പോഴൊക്കെ മുസ്ലിങ്ങൾ ഇതിലേക്ക് വരുന്നതൊക്കെ പേടിച്ചുകൊണ്ടാണ്. ആണ്. അതിന് തെളിവ് തരാം. മുഹമ്മദ് നബിയുടെ ആശയ വ്യക്തത കൊണ്ടാണെങ്കിൽ. അല്ല, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്ത എന്തൊക്കെ കാര്യങ്ങൾ. അല്ല, ഞാൻ പറയാം. നിങ്ങൾ പറയും, നിങ്ങൾ എനിക്ക് പറഞ്ഞേരി. മുഹമ്മദ് നബി 13 കൊല്ലം പ്രബോധനം നടത്തിയിട്ട്, മക്കയിൽ കഅബയ്ക്ക് ചുറ്റും നടന്ന് പ്രബോധനം നടത്തിയിട്ട് ഹിജ്റ പോകുന്നതിന് മുൻപ് മക്കയിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ എണ്ണം എത്ര നിങ്ങൾക്കറിയാം? 30 ആളുകൾ അങ്ങനെ ഉണ്ടായിരുന്നു. അവരുടെ ബന്ധുക്കളും അടിമകളും എല്ലാം കൂടെ ചേർന്നാലും 150 താഴെ വരുള്ളൂ. ഇനി അവിടുന്ന് അങ്ങോട്ട് മദീനയിലെത്തിയതിനു ശേഷം ബാക്കിയുള്ള 10 കൊല്ലം കൊണ്ട് മദീനയും അതിന് ചുറ്റുമുള്ള പ്രദേശവും മക്കവും എല്ലാം കീഴ്പ്പെടുത്താൻ മുഹമ്മദിനെ സഹായിച്ചത് എന്താണെന്ന് ഇസ്ലാമിലുണ്ട്, ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഉറപ്പല്ലേ? എന്താ സംശയം? നിങ്ങൾക്ക് സംശയം ഉണ്ടോ? നിങ്ങൾ പരിഹാസത്തിലാണ് പറയണെങ്കിലും അതാണ് വസ്തുത. വാളിന്റെ മുനയിൽ മുഹമ്മദിനെ പേടിച്ച് മുഹമ്മദിന് കീഴൊതുക്കിയതാണ്. ഇനി ബദർ, മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി, അവിടെയും ജീവിക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ അവരെ കൊല്ലാൻ വേണ്ടി ഇവിടുന്ന് ആൾക്കാർ പുറപ്പെട്ട ബുജാഹിലുടൻ കിബർ പൊങ്കി എളുന്ത് ലുബാസ് സമയത്ത്, ഇങ്ങനെയല്ലേ നമ്മൾ പാടി പഠിച്ചേ? എന്താ വസ്തുത? നിങ്ങൾ പാടിയണല്ലേ എന്നുള്ളതല്ല, ഇതല്ലേ കഥ. വളരെ വികൃതമായിട്ട് കഥകൾ. എന്ത് വികൃതം? ഞാൻ പറയുന്നത് അതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ ഇപ്പൊ നിങ്ങളോട് വെൽ പ്ലാൻഡ് അല്ല, വെൽ സ്റ്റഡീഡ്, വെൽ സ്റ്റഡീഡ്, വെൽ ഒബ്സർവ്ഡ്. അങ്ങനെയാണ്, അല്ലാതെ വെൽ പ്ലാൻഡ് അല്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പറഞ്ഞത് ഞാൻ പറയുന്നത്, ഞാൻ ചോദിക്കുന്നത് എന്താ അറിയോ? നിങ്ങൾ ഇസ്ലാമിന്, അതൊക്കെ നമ്മളെ ചർച്ചയുടെ വിഷയ ഭാഗമേ അല്ല. ഞാൻ പറയണത്, ഞാൻ ഇസ്ലാമിനെ കുറിച്ച് വിമർശിക്കുന്നതിന്റെ കാരണങ്ങളാണ് ഇത്ര നേരം പറഞ്ഞത്. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിച്ചു, ഞാൻ പറയണ ആ കാരണം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് സത്യാവസ്ഥ ഇപ്പോഴും മനസ്സിലാക്കാനുള്ള ഒരു കാര്യങ്ങൾ, അതാണ് ശരി. മറ്റുള്ളതൊക്കെ തെറ്റെന്നുള്ള രീതി. അതാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ ഇത്ര നേരം നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങളിൽ തെറ്റാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള ഒരു കാര്യം നിങ്ങൾ എന്നോട് തിരിച്ചു പറഞ്ഞോളൂ. ഞാൻ പിന്നീട് വിളിക്കാം. കാരണം ഇത്രമാത്രം ഇത് വെൽ പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നിട്ട് മറ്റുള്ളവരെ ഇതിൽ കിതാബിൽ എഴുതി വെച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ, നിങ്ങൾ വായിച്ചിട്ടില്ല. ഞാനല്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ ചിലപ്പോ അയാൾ നിങ്ങളിൽ വീണു. കാരണം നിങ്ങൾ ഈ പറഞ്ഞൊക്കെ ശരി. ഞാൻ അങ്ങനെ ആളുകളെ വിളിച്ച് സംസാരിക്കാറില്ല, എന്നെ വിളിക്കുന്ന ആൾക്കാരോട് ഞാൻ സംസാരിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ വിശ്വാസം ശരിയല്ല, നിങ്ങൾ നാളെ മുസ്ലിം ആവുന്നത് നല്ലതല്ല എന്ന് ഞങ്ങളോട് പറഞ്ഞോ? അങ്ങനെ ഡയറക്റ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാ? നിങ്ങൾക്ക് വല്ല പ്രശ്നം ഇസ്ലാമിൽ എന്തോ പ്രശ്നം നിങ്ങൾക്ക് തോന്നിയാ? എനിക്ക് ഒന്നും തോന്നില്ല. തോന്നില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? പിന്നെ നിങ്ങളുടെ ഈ ആശങ്ക അസ്ഥാനത്തല്ലേ? അതെല്ലാം ചോദിക്കുന്നത്. ഞാൻ നിങ്ങളിപ്പോ വിളിക്കാൻ കാരണം നിങ്ങൾ ആരാണ്, എന്താണ്, നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സംഘടന ഉണ്ടോ? ഞാനൊരു മനുഷ്യനാണ്. ഞാൻ അതല്ലേ നിങ്ങളോട് പറഞ്ഞു. ഞാൻ ഒരു എന്താ പറയാ, ഒരു കൂട്ടത്തിന്റെയും കൂട്ടായ്മയുടെ ഭാഗമല്ല, ഒരു വാദപ്രതിവാദത്തിന് വിളിച്ചത്. നിങ്ങൾ ആരാണ്, എന്താണ്? ഞാൻ പറഞ്ഞത്, എന്നെ കുറിച്ച് പറഞ്ഞത്, ഞാനൊരു മനുഷ്യനാണ്. ഞാൻ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ആര്യമ്പാവ് എന്ന് പറഞ്ഞ പ്രദേശത്ത് ജനിച്ച് അവിടെ പഠിച്ച് അവിടെ വളർന്ന് അങ്ങനെ അവിടെ ജീവിച്ച ആളാണ്. 2012 തൊട്ട് എന്റെ ജോലി സംബന്ധമായും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് എറണാകുളത്താണ് താമസം. ഇപ്പോഴും എറണാകുളത്താണ് ബിസിനസ്സും കാര്യങ്ങളും, താമസമൊക്കെ ഇവിടെയാണ്. ഞാൻ ഫർണിച്ചറാണ്. ആരെ? നിങ്ങൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് വ്യതിചലിച്ച് നിങ്ങളിപ്പോ ഈ പറഞ്ഞുകൊണ്ടുവന്ന വസ്തുതയിലേക്ക് നിങ്ങളെ ക്ഷണിച്ച് അല്ലെങ്കിൽ ആരുമല്ല. അത് ഞാൻ എറണാകുളത്തേക്ക് എത്തുന്നതിന് മുമ്പ് എന്റെ ഈമാൻ പോയത് എവിടുന്നാന്നും കൂടി പറഞ്ഞുതരാം. മദീനന്നാ പോയത്. നിങ്ങൾ മദീനയിൽ പോയിട്ടുണ്ട്? മദീനയിൽ പോയിട്ടുണ്ട്.
3 മാസം തുടർച്ചയായിട്ട് മദീനയിൽ ഉണ്ടായിരുന്നു. ജോലി സംബന്ധമായിട്ടാണ് പോയത്. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോ ഞാൻ തിരിച്ചു വന്നു. അപ്പൊ ഈമാന് എന്റെ ഈമാൻ ശരിക്കും പോയത് മദീനയിലെ നമ്മള് എന്താ പറയാ ബീർ ഉസ്മാൻ എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. അതിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്ന വീട്. അവിടെ ഇരുന്നിട്ടുള്ള വായനയും പഠനത്തിലാണ് പോയത്. പലതവണ ഞാൻ റൗലയിൽ പോയിട്ടുണ്ട്. ഞാൻ അവിടെ കിടന്ന് നിലവിളിച്ചിട്ടുണ്ട്, പഠിച്ചോനെ എനിക്ക് എന്താ പറ്റണേ, ഈമാൻ പോവുകയാണോ ഇബ്ലീസ് നശിപ്പിക്കുകയാണോ? മദീനത്തെ പള്ളിക്ക് ഈമാൻ കയറുന്ന കാര്യം നമുക്കറിയില്ലല്ലോ, അല്ല പിശാചി കയറുന്ന കാര്യോ? ഈമാൻ പോയതിൽ ഇതിന്റെ പൊളിറ്റിക്സ്, ഇതിലെ ദൈവികത മാഞ്ഞു പോയി, അതിന്റെ പൊളിറ്റിക്സ് തെളിഞ്ഞു വന്ന ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങൾ, കുറെ സംഭവങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ബദർ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആധികാരികമായിട്ട് നിങ്ങളോട് പറയുന്നത്. ഞാൻ പണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി, ഒരു ക്രിസ്തീയ സഭ നടത്തുന്ന ഒരു വലിയൊരു ഹോസ്പിറ്റൽ, കേരളത്തിൽ അറിയപ്പെടുന്ന. അപ്പൊ ഈ റൂമില് ഞാൻ ചെന്ന സമയത്ത് അവിടെ ഞങ്ങള് എന്റെ ഉമ്മയെ അവിടെ അഡ്മിറ്റ് ആക്കിയപ്പോ അവിടെ ഒന്നുമില്ല, റൂമിന്റെ മേശയിലൊന്നും. പിന്നീട് ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്നപ്പോ ഈ വലിപ്പിന്റെ ഉള്ളില് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മടങ്ങിയ മുസ്ലിം പണ്ഡിതന്മാര്, മുസ്ലിം വലിയ ആളുകളെ കുറിച്ചുള്ള ഒരു വലിയൊരു പുസ്തകം. പിന്നെ ബൈബിൾ ഇപ്പൊ സാധാരണ ഞാൻ പുറത്തൊക്കെ സഞ്ചരിക്കുമ്പോ ഹോട്ടൽ റൂമിലൊക്കെ ബൈബിൾ ഉണ്ടാവാറുണ്ട്. ഞാൻ നോക്കാറില്ല, എനിക്ക് വായിച്ചാൽ മനസ്സിലാവാറില്ല. ലാംഗ്വേജ് മനസ്സിലാവാത്തോണ്ടല്ല, എനിക്ക് ആശയങ്ങൾ മനസ്സിലാവാറില്ല. അപ്പോൾ ഞാൻ വെറുതെ എടുത്തിട്ട് ഈ പുസ്തകം ഒന്ന് വായിച്ചു. മുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് പോയത് അതൊരു 100 കണക്കിന് 100 അതിലധികം മുസ്ലിം പണ്ഡിതന്മാര് പലരും ഇതിങ്ങനെ വായിക്കുന്നത്തോളം എന്താവും, നമ്മുടെ മൈൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഞാൻ ആ സാധനം അവിടുന്ന് എടുത്തു, ഞാനുള്ളത് പറയാലോ, പുറത്തു കൊണ്ടുവന്നു, മറ്റേ ഇതിലേക്ക് എറിഞ്ഞു, ഞാൻ എന്റെ വഴിക്ക് പോയി. അപ്പൊ ഇത്തരം ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും മനുഷ്യനെ വശീകരിക്കാനും മനുഷ്യന്റെ സ്വന്തം ആശയങ്ങളൊന്ന് ചിന്തിപ്പിക്കാനും ഇഷ്ടംപോലെ നമ്മുടെ മാർക്കറ്റിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടേ ഇല്ലാന്ന്. ഞാൻ എന്റെ ഈ ജീവിതത്തിൽ ഇത്ര കാലത്തിനിടയിൽ ഒരു ഇസ്ലാം മത വിമർശകന്റെ പുസ്തകം വായിക്കില്ല, ഒരെണ്ണം. ഞാൻ ഇസ്ലാമിനെ കുറിച്ച് വായിക്കുന്നത് മുഴുവൻ ഇപ്പോഴും എന്റെ കയ്യിലുള്ളത് ഇസ്ലാമിക് ഗ്രന്ഥങ്ങൾ മാത്രമാണ്. ഇന്ന് പിന്നെ നിങ്ങള് അത്തരത്തിൽപ്പെട്ട ഒരാൾ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരാളെ കണ്ടത് കൊണ്ട് തന്നെയാണ് എനിക്ക് നിങ്ങൾ ഈ പറഞ്ഞ സംശയങ്ങൾ എന്ത് വന്നാലും എനിക്ക് ദൂരീകരിക്കാൻ കഴിയുന്നത്. അത് ആരോ എന്തൊക്കെയോ പലതും കടത്തിക്കൂട്ടി, സയനിസ്റ്റുകൾ പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു ഇസ്ലാം മത വിമർശകനെയും വായിച്ചിട്ടില്ല. ഞാൻ ഒരു ഇസ്ലാം മത വിമർശകന്റെ പ്രസംഗം കേൾക്കുന്നത്, ഇസ്ലാം മതമൊക്കെ ഉപേക്ഷിച്ച് ഞാൻ എന്റേതായ ജീവിതം തുടങ്ങിയതിനു ശേഷം ഞാൻ പല ആളുകളുടെയും പ്രസംഗത്തിന്റെ അവിടെയൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ എന്റെ റെഫറൻസ് ഇസ്ലാം മത വിമർശകരല്ല. ഞാൻ ഇപ്പോഴും ഇസ്ലാമിനെ കുറിച്ച് സംശയം ജനിക്കുന്നവരോ അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരോ വിമർശന ബുദ്ധിയെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരോടോ ഞാൻ പറയാറുള്ളത്, ആദ്യം വായിക്കേണ്ടത് ഖുർആനാണ്, അത് കഴിഞ്ഞ ഹദീസ്, അതിന്റെ തഫ്സീറുകള്, സീറത്തു റസൂലുള്ളാഹിന്റെ, ഇസ്ലാമിന്റെ ആധികാരിക ഗ്രന്ഥം എന്ന് ഇസ്ലാമിക സമൂഹം വിലയിരുത്തിയ ഗ്രന്ഥങ്ങൾ മാത്രം, അത് മാത്രം വായിച്ചിട്ടാണ് ഇസ്ലാമിനെ പഠിക്കേണ്ടത്. വിമർശകർക്ക് എന്തൊക്കെ പറയണ്ടാവും. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഞാൻ പറയുന്നത് കേട്ടിട്ടല്ല അംഗീകരിക്കേണ്ടത്. നിങ്ങൾ പോയിട്ട് ഞാൻ പറഞ്ഞ സാധനം കിതാബിലുണ്ടോ നോക്കണം. ഞാൻ അങ്ങനെയാണ് എല്ലാവരോടും പറയുന്നത്. മുസ്ലിമിൽ ഞാൻ അടുത്ത കാലത്ത് കണ്ടു പ്രവാചകനെ വളരെ മോശമാക്കുന്ന ഒരു ഹദീസ്. അതിനൊക്കെ വായിച്ചപ്പോ ഉറപ്പാണ് പ്രവാചകനെ മോശമാക്കുന്ന ഹദീസാണെന്നുള്ളത്. അങ്ങനെ കുറെ കടന്നുകൂടിയിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ വായിച്ചെന്താണ് സഹീഹുൽ മുസ്ലിം എന്ന് പറഞ്ഞിട്ട്, സഹീഹുൽ ബുഖാരി, സഹീഹുൽ മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചത് ഇസ്ലാം വിമർശകരാണോ എന്ന് നിങ്ങൾ പറയുന്നത്? അതിൽ കുറെ കേറി കൂടിയിരിക്കുന്ന എങ്ങനെ കേറിക്കൊണ്ട് നൂറ്റാണ്ട് എത്രയായി? 14 നൂറ്റാണ്ടായിട്ട് മുഹമ്മദ് നബിനെ വിമർശിക്കാനും മുഹമ്മദ് നബിനെ മോശക്കാരനാക്കാനും കടത്തിക്കൂട്ടിയ ഹദീസുകൾ കണ്ടെത്താനും അത് അതിൽ നിന്ന് റിമൂവ് ചെയ്യാനും ഇത്രയും കാലം കൊണ്ട് ഈ മുസ്ലിം സമുദായത്തിന് പറ്റിയിട്ടില്ലേ? പിന്നെ ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർക്ക് എന്താ പണി? വെറു ഈ തേങ്ങാച്ചോറുന്നല്ല? അതൊരു ചോദ്യല്ലേ? നൂറ്റാണ്ട് എത്രയായി? മുഹമ്മദ് നബിയെ മോശക്കാരനാക്കാൻ ആധികാരികമല്ലാത്ത തെറ്റായ ഏതെങ്കിലുമൊക്കെ ഹദീസുകൾ, അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ സഹീഹ് ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ട്
അതിപ്പോഴും അവിടെ വെച്ചോണ്ടിരിക്കുന്നതിന്റെ യുക്തി എന്താണ്? പക്ഷേ പണ്ഡിതന്മാർ അത് എടുത്ത് ഒഴിവാക്കില്ല. കാരണം പഴയ ഗ്രന്ഥങ്ങൾ അതുണ്ടെങ്കിൽ പിന്നീട് അതിന്റെ പേരിൽ അതാ ഞാൻ പറഞ്ഞ ഹദീസ് കണ്ടാൽ അറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കുറച്ച് നേരത്തെ പറഞ്ഞത്, കുറച്ചും കൂടി ആധുനിക കാലത്തെ പണ്ഡിതന്മാര് അൽബാനി പോലെയുള്ള ഹദീസ് നിദാന ശാസ്ത്രത്തിലെ പാണ്ഡിത്യമുള്ള ആൾക്കാര് അവര് പ്രത്യേകം ഹദീസുകൾ എഴുതിയിട്ടില്ലേ? അൽബാനിയെ കുറിച്ച് എനിക്ക് താല്പര്യമില്ല. ഇബ്നു തൈമിയെ കുറിച്ച് മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനിയെ കുറിച്ച് എനിക്ക് താല്പര്യമില്ല. അവര് കുറെ ഹദീസുകൾ ലഈഫാണ്, ഹസനാണ്, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സഹീഹ് എന്ന അവര് 900-ന് ശേഷം സാക്ഷ്യപ്പെടുത്തിയ ഹദീസ് ഞാൻ എടുക്കാറുണ്ട്. നാസറുദ്ദീൻ അൽബാനിയുടെ ഒക്കെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ടാവും. നാസറുദ്ദീൻ അൽബാനി എഴുതിയതാണോ സഹീഹുൽ ബുഖാരി എന്ന് നിങ്ങൾ പറയണേ? അല്ല, അങ്ങനെയുള്ള കുറെ ഗ്രന്ഥങ്ങൾ നാസറുദ്ദീൻ അൽബാനിയുടെ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. ആ പുസ്തകങ്ങളിൽ ഇപ്പൊ സൗദി അറേബ്യയുടെ ഭരണകൂടത്തിന്റെ അവിടുത്തെ ദാറുസ്സലാം എന്ന് പറയുന്ന ഇസ്ലാമിക് പബ്ലിഷിംഗ് ചെയ്യുന്ന ബുക്കുകൾ, അവര് സഹീഹുൽ ബുഖാരി എഴുതിയാല് ആ ഹദീസുകളുടെ താഴെ അൽബാനി ഈ ഹദീസുകൾ സഹീഹാണോ ഹസനാണോ എന്നൊക്കെ എങ്ങനെയാണോ ഗ്രേഡ് ചെയ്തിട്ടുള്ളതെന്ന് അതിന്റെ താഴെ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ഞാൻ ഏത് കിതാബ് വായിക്കണം നിങ്ങൾ പറയും, ഞാൻ ഇനിയും വായിക്കാം. ഞാൻ നിങ്ങൾ കിതാബ് വായിക്കണം എന്ന് പറയാനോ അതിനെക്കുറിച്ച് നിങ്ങൾ ഈ ഇത് വിമർശനത്തിനായാലും ഇസ്ലാമിനെ അതിന്റെ ഷോർട്ട് കമ്മിങ്സ്, അതിന്റെ ന്യൂനതകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ കുറെ വായിക്കും. ഞാൻ പറയാം. ഞാൻ ഇങ്ങനെയാണ് ഇതിനെ കാണുന്നത്. ലോകത്ത് പല സംസ്കാരങ്ങളുണ്ട്, ലോകത്ത് പല മതങ്ങളുണ്ട്, ലോകത്ത് പല വിശ്വാസമുള്ള മനുഷ്യന്മാരുണ്ട്, വിശ്വാസമില്ലാത്ത മനുഷ്യന്മാരുണ്ട്. ഞാൻ ഇതിനെ കാണുന്നത് ഇവരൊക്കെ മനുഷ്യരായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഒരു വിഭാഗം ഇതിൽ ഏതൊരു വിഭാഗത്തെയും ഇകഴ്ത്താനോ ഏതൊരു വിഭാഗവും മോശക്കാരാണ് എന്ന് പറയാനോ ശ്രമിക്കുകയും ഞങ്ങളത് മാത്രമാണ് ശരി എന്ന് പറയാൻ ശ്രമിക്കുകയും അത് ആ ആശയത്തിൽ കുറെ കാലം നിൽക്കുകയും ചെയ്ത ഒരാളെന്ന നിലക്ക് ഈ വാദഗതികൾ ശരിയല്ല എന്നെന്റെ അഭിപ്രായം ഞാൻ പറയുന്നു. അത്രേ ഉള്ളൂ. അതായത് നിങ്ങളിപ്പോ എന്നെക്കാട്ടി കൂടുതൽ ഇത് പഠിക്കും. കാരണം നിങ്ങൾക്ക് വിമർശനങ്ങൾ അതിന്റെ കുറ്റങ്ങൾ കണ്ടെത്തില്ല. വിശ്വസിക്കാൻ പഠിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾ പറഞ്ഞ വളരെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. പക്ഷെ ഞാൻ ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഗുരുവുണ്ട്. ഞാനൊരു സൂഫിയാണ്. സത്യത്തിൽ സൂഫികളോടൊക്കെ നമുക്ക് തികഞ്ഞ ബഹുമാനാണ്, അതില് പ്രശ്നമൊന്നുമില്ല. മനസ്സിലായോ? അതായത് ഈ സൂഫിസത്തിന്റെ സൂഫികളുടെ ഞാൻ വിമർശിക്കുന്ന ഒരു ഇസ്ലാമുണ്ട്. അത് പറഞ്ഞാൽ ലോകത്ത് പടർന്ന് പന്തലിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇസ്ലാം. അത് മനുഷ്യന്റെ ജീവിതത്തിലും മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലൊക്കെ അങ്ങോട്ട് കടന്നു കയറി ഇടപെടുന്ന വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കേഡർ ഇസ്ലാമുണ്ട്. അവിടെയാണ് ശരീഅത്ത് നിയമമുള്ളത്. അവിടെയാണ് മുർത്തദിനെ സൂഫിയായ നിങ്ങൾ എങ്ങനെയാണ് മുർത്തദിനെ കൊല്ലുന്ന നിയമം അത് സാധൂകരിക്കാവുന്നതാണ് ന്യായീകരിക്കാവുന്നതാണെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ പറഞ്ഞ ആയത്തിൽ അപ്പൊ ഞാൻ നിങ്ങളുടെ ദേശത്ത് പറഞ്ഞാണെങ്കിലും ആ ആയത്തിൽ സൂഫികൾക്ക് ദേഷ്യം വരാൻ പാടില്ലല്ലോ. അല്ലല്ല സുഹൃത്തെ, ഞാൻ ആ ആയത്തിൽ ഖുർആനിൽ അങ്ങനെ കുറെ ഇതുണ്ട്. അതിലൊക്കെ ശരിക്കും ഒരു ലദുനിയായിട്ടൊരു വിവരം കിട്ടുന്ന ഒരു ഗുരുവിന്റെ അടുത്ത് ചെന്നാലേ സത്യത്തിൽ അതിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ഇവിടെ ഇപ്പൊ മലയാളത്തിൽ പരിഭാഷ അവിടെയാണ് ഞാൻ പറയുന്നത്. എനിക്കിപ്പം ഒരുപാട് ഇതിനെ മാനവികമായിട്ട് വ്യാഖ്യാനിക്കുന്ന സൂഫി നിരയിലുള്ള ആളുകളുമായിട്ട് പരിചയമുണ്ട്. അവരോട് നിരന്തരമായിട്ട് സംസാരിക്കാറുണ്ട്. മുസ്തഫ മൗലവിയെ പോലെയുള്ള ഇതിനെ മാനവികമായിട്ട് വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. ഇതില് ഈ ആയത്തിന്റെ അർത്ഥം അങ്ങനെയല്ല, ഇപ്പൊ പൗരോഹിത്യ മതം എഴുതി വെച്ചത് പ്രശ്നമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇവരുമായിട്ടും നമുക്ക് സൗഹൃദം. മുസ്തഫ മൗലവി ഖുർആൻ അകമ്പൊരുൾ എന്ന് പറഞ്ഞ പുതിയ വ്യാഖ്യാനം എഴുതുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ മനുഷ്യന്മാരുണ്ട്. ഞാൻ പറയുന്നത് അതാണ് ഞാൻ നിങ്ങളോട് തുടക്കം മുതൽ പറയുന്നത്. നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല. എനിക്ക് ഇസ്ലാമിനെതിരെ വിമർശനമുണ്ട്. അത് മുസ്ലിങ്ങളായിട്ടുള്ള മനുഷ്യർ ഒരു പൊതുസമൂഹത്തിൽ, ഒരു ജനാധിപത്യ പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവർ പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ ശ്രദ്ധയിലേക്ക് അവരുടെ ബോധ്യത്തിലേക്ക് വരേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ പണ്ഡിതന്മാരും ഇവിടുത്തെ ഇസ്ലാമിക നേതൃത്വവും ഇവിടുത്തെ വഹാബി നേതൃത്വം എല്ലാം കൂടി ഈ മനുഷ്യന്മാരെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ കഥ അതാണ്. മനസ്സിലായി? അപ്പൊ ഞാൻ ഇതിന്റെ ഈ കയറ്റിറക്കങ്ങളൊക്കെ ഏകദേശം പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. ഇനി സമയവും സാഹചര്യവും ആരോഗ്യമൊക്കെ അനുവദിക്കുകയാണെങ്കിൽ ഇതിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എന്താണ് ഇസ്ലാം എന്ന് അതിന്റെ ഒരു പൊളിറ്റിക്കൽ വ്യൂവിൽ നോക്കിയാൽ ഇതിനെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ വളരെ ലളിതമായിട്ടുള്ള സാധനമാണ്. ഇതിൽ ഈ ദൈവത്തിന്റെ കോംപ്ലിക്കേഷൻ ഒക്കെ വെറുതെ കടത്തി കൂട്ടാതിരുന്നാൽ മതി.
സിമ്പിൾ ആയിട്ട് ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിരുന്നു. അത് ഒരു പരിധിവരെ വിജയിച്ച പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. ഇന്നും നിലനിൽക്കുന്നതാണ്. ഇനിയും കുറെ കാലം നിലനിൽക്കാൻ സാധ്യതയുള്ളതാണ്. പക്ഷെ പരിവർത്തനം അകത്തും പുറത്തും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് വിമർശനം ഒരു ഭാഗത്തുണ്ടാവും. ഇതിൽ നിന്ന് വേറൊരു പുനർചിന്താഗതി വരാതിരിക്കട്ടെ എന്ന് ഞാൻ, കാരണം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇസ്ലാം നല്ലതാണ് എന്ന് തോന്നുന്ന ഒരു അവസ്ഥ വന്നാലോ, അങ്ങനെ ഒരു ബോധ്യം വന്നാൽ, ഞാൻ പറയണത് എല്ലാ കാലത്തേക്കും നല്ലതും എല്ലാ കാലത്തേക്കും ഇസ്ലാം ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഇസ്ലാം, എന്റെ വാദം അവകാശവാദങ്ങളും വസ്തുതകളും പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? പറയുന്നു ഇന്നമൽ എന്താ പറയാ എല്ലാ മനുഷ്യരും ഏകോദര സഹോദരന്മാരാണ് എന്നാണ് ഇസ്ലാമിന്റെ ആശയം എന്ന് പറയും. വാസ്തവത്തിൽ ഇസ്ലാമിന് അങ്ങനെ ആശയമില്ല. ഇസ്ലാം മനുഷ്യരെ പ്രാഥമികമായി രണ്ടായി തിരിക്കും, വിശ്വാസി അവിശ്വാസി. അത് കഴിഞ്ഞിട്ടുള്ള വർത്താനേ ഉള്ളൂ ബാക്കി. എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ നിയമ വ്യവഹാരങ്ങളിലും കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുള്ള നിയമങ്ങളിലും ഒക്കെ മുസ്ലിം അമുസ്ലിം വേർതിരിവിന് അനുസരിച്ചിട്ടുള്ള നിയമങ്ങളാണുള്ളത്, പരിരക്ഷകളാണുള്ളത്. ഇതാണ് ഇസ്ലാമിന്റെ സോഷ്യോ പൊളിറ്റിക്കൽ കാര്യം. ഇതങ്ങനെയാണെന്ന് ഞാൻ പറയും, കാരണം അത് അങ്ങനെ അല്ല എന്ന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർ വിചാരിക്കുന്നത് ഇത് ഈ പറയുന്ന പോലെയാണെന്നാണ്. അല്ല, വസ്തുത മനസ്സിലാക്കിയിട്ട് വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, നിസ്കരിക്കട്ടെ. എന്റെ വീട്ടിൽ ഇപ്പോഴും മുസല്ലിയും നിസ്കാരക്കുപ്പായൊക്കെ ഉണ്ട്. ഇവിടെ ആരെങ്കിലും വരുമ്പോൾ അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ഞാൻ മാരീഡാണ്, എന്റെ കുട്ടികളുണ്ട്. ഭാര്യ മുസ്ലിമാണോ? അവരൊക്കെ ഞങ്ങള് നിക്കാഹ് കഴിഞ്ഞ് ജീവിതം തുടങ്ങിയ ആൾക്കാർ തന്നെ. അവരിപ്പോ നിസ്കരിക്കാറൊന്നുമില്ല. നമ്മൾ കുട്ടികളെ മദ്രസയിലൊക്കെ ഒരു മൂത്ത മോൻ 5 വയസ്സ് വരെ പോയിരുന്നു. ഇളയ കുട്ടി 2-3 വയസ്സ് വരെ, മീൻസ് രണ്ടാമത്തെ പെൺകുട്ടി 3-ാം ക്ലാസ് വരെ പോയി. പിന്നെ മതപഠനം നമ്മൾ ഈ പ്രായത്തിൽ ഇനി മതപഠനം കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു. അവരാവശ്യമുണ്ടെങ്കിൽ വലുതായിട്ട് പഠിച്ചെടുക്കട്ടെ. അവരിപ്പോ ഭാഷ പഠിക്കട്ടെ, ഒരു കണക്ക് പഠിക്കട്ടെ, അവര് ആവശ്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യാനുള്ള ടാലൻസ് ഉണ്ടാക്കട്ടെ. എന്നിട്ട് അവർ തീരുമാനിച്ചോട്ടെ അവർക്ക് വിശ്വാസം വേണോ വേണ്ടെന്നുള്ളത്. ഞാൻ കുട്ടികൾക്ക് വിശ്വാസം പഠിപ്പിക്കുന്നില്ല, വിശ്വാസം ഇല്ലായ്മയും പഠിപ്പിക്കാറില്ല. ഞങ്ങൾ വീട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാറില്ല. അറബി ഭാഷ പഠിപ്പിക്കാറുണ്ട്? ഇല്ല, ഞാൻ അറബിയും സംസ്കൃതവും ഉറുദു ഒന്നും പഠിപ്പിക്കില്ല. അതൊക്കെ അവർക്ക് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ പഠിക്കാലോ. ഓക്കെ, ഏതായാലും ലിയാഖത്ത്, ഞാൻ കുറെ സമയമായി. നോ പ്രോബ്ലം. ഞാൻ നിങ്ങൾ പറഞ്ഞ സംശയങ്ങൾ ഞാൻ ഖുർആൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ വീണ്ടും വിളിക്കും. ഓക്കെ, സന്തോഷം. മതി, സമയം എടുത്തിട്ട് മതി. ഓക്കെ.